السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാർ, ഒരു മുസ്ലിമായ വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മയ്യിത്തിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ നമ്മുടെ ബാധ്യതകളെക്കുറിച്ച് അതിൻ്റെ വൈജ്ഞാനിക തലത്തിലുള്ള കർമ്മശാസ്ത്ര നിയമങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരന്മാർക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. അവൻ്റെ ദീനിൻ്റെ മജ്ലിസിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മജ്ലിസിന് അവന് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു വ്യക്തിയും മരണപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം എല്ലാ ആളുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. ഭൂമിയിലേക്ക് ജനിച്ചിട്ടുണ്ടോ അവൻ മരിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യനും, എല്ലാ ആത്മാവും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ ഈ ജീവിതം ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ മരണം നമുക്ക് ആസ്വദിക്കേണ്ടി വരും. മരണത്തിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഹയാത്തിലും മൗത്തിലും ആദരിച്ചിരിക്കുന്നു. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് ഒരുപാട് ആദരവുകൾ നൽകിയിട്ടുണ്ട്. ഒരു മുസ്ലിമിന് അവൻ എങ്ങനെയായിരിക്കണം മറ്റുള്ള ആളുകളോട് പെരുമാറേണ്ടത്, അവനോട് എങ്ങനെ ആളുകൾ പെരുമാറണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും എല്ലാം പരസ്പരം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. കണ്ടുമുട്ടിയാൽ സലാം പറയണം, രോഗിയായാൽ സന്ദർശിക്കണം, അവൻ ക്ഷണിച്ചാൽ അവൻ ഉത്തരം ചെയ്യണം. ഇങ്ങനെ ഒരുപാട് പരസ്പരമുള്ള ഏറ്റവും നല്ല മര്യാദകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ കറാമത്ത്, ആ ആദരവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നുണ്ട്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ജന്തു ജീവജാലങ്ങൾ മരിച്ചതുപോലെയല്ല, മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ആദരിച്ചിരിക്കുന്നു. അവൻ്റെ അവസാന യാത്രയപ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ, നല്ല ശുദ്ധിയോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പറഞ്ഞയക്കുക എന്നുള്ള കാര്യം നിശ്ചയിച്ചിരിക്കുന്നു. ഒരു മുസ്ലിം മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബാധ്യതകൾ ഉള്ളത് അത് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കാണ്. ബാക്കിയുള്ള മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ട ഈ പുരുഷനെ അല്ലെങ്കിൽ ഈ സ്ത്രീയെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കാൻ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിധി എന്ന് പറയുന്നത് അത് ഫർളു കിഫായ. ഒരു നാട്ടിൽ ഒരാണോ ഒരു പെണ്ണോ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കുക എന്ന് പറയുന്നത് ആ നാട്ടുകാരുടെ ബാധ്യതയാണ്. ആരും അത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ കഴിവുള്ള മുഴുവൻ ആളുകളും അതിൻ്റെ പേര് കുറ്റക്കാരാകും. എന്നാൽ ഒന്നോ രണ്ടോ ആളുകൾ അതിനുവേണ്ടി തയ്യാറാവുകയും ആ മരണാനന്തര കർമ്മങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ നാട്ടുകാർ ആ കുറ്റത്തിൽ നിന്നും ഒഴിവാണ്. അതിനാണ് പൊതുവെ ഫർളു കിഫായ അഥവാ നാട്ടിൽ സാമൂഹിക ബാധ്യത എന്ന് പറയുന്ന കാര്യമായി അറിയപ്പെടുന്നത്. ഈ അഹ്കാമുൽ ജനായിസ്, മയ്യത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ വിധിവിലക്കുകൾ അത് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്, അത് സഹോദരങ്ങൾ, അത് ഫർളു കിഫായ.
എല്ലാ മുസ്ലിമീങ്ങളും ഇത് പഠിച്ചിട്ടില്ലെങ്കിലും ഇത് നാട്ടിൽ ഒരു വിഭാഗം ആളുകൾ പഠിക്കുക എന്നുള്ളത് ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, അങ്ങനെയുള്ള ഏത് ഇൽമും സഹോദരങ്ങളെ നമ്മൾ പഠിക്കാൻ വേണ്ടി അതിന് മാറിയിരിക്കുക, അത് പഠിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്തായിട്ടുള്ള ഇബാദത്തുകളെക്കാളും പ്രതിഫലാർഹമായ കാര്യം. ഈ അഹ്കാമുൽ ജനായിസ്, മയ്യിത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം അത്രയും ഇരിക്കുന്നത്. ഈ സമയം അത്രയും നമ്മൾ നിസ്കരിക്കുകയോ സുന്നത്തായ നിസ്കാരം നിർവഹിക്കുകയോ ഖുർആൻ പാരായണം ചെയ്യുകയോ ചെയ്യുന്നതിനേക്കാളും പ്രതിഫലമുണ്ട് ഇത്തരം ഇൽമിന് വേണ്ടി ഒരാൾ മാറിയിരിക്കുന്നതിന് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു നിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് ഈ സമയങ്ങൾ, ഈ മണിക്കൂറുകൾ നമ്മൾ പ്രതിഫലം പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇതിന് വിവിധ ഘട്ടങ്ങളായിട്ട് നമുക്കതിനെ വേർതിരിക്കാൻ പറ്റും. മരിച്ച ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിന് വിവിധ ഘട്ടങ്ങളായിട്ട് അതിനെ വേർതിരിക്കാൻ പറ്റും. അതിനു മുമ്പേക്ക് തന്നെ പണ്ഡിതന്മാർ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട അഹ്കാമുൽ ജനായിസിൽ അഥവാ ഈ പറയുന്ന മരണാനന്തര കർമ്മങ്ങളുടെ വിധിവിലക്കുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നുള്ള മരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ മറ്റു ചിലർക്ക് മരണം അടുത്തു എന്ന് അറിയിക്കുന്നതായ ചില സൂചനകൾ ഉണ്ടാകും. അവർ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അങ്ങനെ മരണം അടുത്തു എന്ന് തോന്നിപ്പിക്കുന്നതായ ചില അടയാളങ്ങളൊക്കെ അവരിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പൊ മരണം ആ രണ്ട് രൂപത്തിലും സംഭവിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിലേത് രൂപത്തിൽ സംഭവിച്ചാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്. കാരണം ചില ആളുകൾ ചിലപ്പോൾ നല്ല മനുഷ്യന്മാരെന്നായിരിക്കും, പെട്ടെന്നുള്ള മരണം അവർക്കുണ്ടാകും. ഒരു മരിക്കാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പോ അല്ലെങ്കിൽ മരിക്കുന്നതിന് വേണ്ടി ആ മരണക്കിടക്കയിൽ കിടക്കുന്ന, രോഗബാധിതയായി കിടക്കുന്ന ഒരവസ്ഥയിലേക്കൊന്നും പോകാതെ തന്നെ പെട്ടെന്ന് മരണപ്പെടുന്ന, ചെറുപ്രായത്തിൽ മരണപ്പെടുന്ന അവസ്ഥ ആളുകൾക്കുണ്ടാകാറുണ്ട്. വേറെ ചിലപ്പോൾ അതിനുവേണ്ടി രോഗിയായിക്കൊണ്ട് കിടന്നുകൊണ്ട് മരണം മുന്നിൽ കാണുന്ന രൂപത്തിലുള്ള രോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിലേത് കാര്യമാണെങ്കിലും ശരി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഖൈർ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതം തന്നെയാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ എന്ത് സംഭവിച്ചാലും അത് ഖൈറാണ്. നമുക്കൊരു മുഅ്മിന് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. അവൻ എന്ത് സംഭവിച്ചാലും അവന് ഖൈറാണ്. ഇത് മറ്റൊരാൾക്കും ലഭിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ പെട്ടെന്ന് മരണപ്പെട്ടാൽ അത് അവന് ബാധിക്കുന്ന ഒരു മുസീബത്താണ്. ഒരു മുഅ്മിനാണോ നിനക്കത് ഖൈറുണ്ട്, ഒരു മുഅ്മിനാണ് നിനക്കതിന് ഖൈറുണ്ട്. ഇനി അതല്ല, നീ ഒരുപാട് രോഗിയായിക്കൊണ്ട് വർഷങ്ങളോളം രോഗശയ്യയിൽ കടന്നുകൊണ്ടാണ് പ്രയാസവും യാതനകളും ബുദ്ധിമുട്ടുകളൊക്കെയാണ് അനുഭവിച്ചിട്ടാണ് ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ മരിക്കുന്നതെങ്കിൽ അതിലും അവന് ഖൈറുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ് അവന് ഖൈർ കിട്ടുന്നത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അവന് വല്ല സന്തോഷകരമായ കാര്യം സംഭവിച്ചാൽ അവൻ അള്ളാഹു നന്ദി കാണിക്കുന്നവനാണ്. അവൻ പ്രയാസം സംഭവിച്ചാൽ അവൻ ശുക്ർ കാണിക്കുന്ന, അവൻ പ്രയാസം സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടു എന്നുള്ളതോ അതല്ല ഒരുപാട് രോഗിയായി കിടന്നുകൊണ്ട് മരണപ്പെട്ടു എന്നുള്ളതോ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നില്ല, അത് അവനെ ബാധിക്കുന്ന കാര്യമല്ല. അതൊരു പെട്ടെന്ന് മരണപ്പെടുക എന്നുള്ളത് ഒരു മോശം മരണത്തിന്റെ അടയാളമല്ല. ഒരു അപകട മരണം ഒരാൾക്ക് സംഭവിച്ചു, അല്ലെങ്കിൽ ആ രൂപത്തിൽ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഒരു മരണം, ചില ആളുകൾ അകാല മരണം എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. അത് ശരിയല്ല യഥാർത്ഥത്തിൽ. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ഒരു സമയത്താണ് മരിക്കുന്നത്. അതല്ല അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ നിന്നും പുറത്തേക്ക് പോയി മരിക്കുന്നതല്ല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ നേരത്തെ തന്നെ വിളിച്ചാലും ശരി, അതല്ല വളരെയധികം പ്രായാധിക്യം ചെന്നിട്ട് അവൻ മരിക്കുകയാണെങ്കിലും ശരി, അതെല്ലാം ഖൈർ തന്നെയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എൻ സഹോദരങ്ങളെ, പൊതുവിൽ മനുഷ്യൻ പ്രായാധിക്യം കൊണ്ട് മരണത്തിലേക്ക് എത്തുമെന്ന രൂപത്തിൽ ഒരാൾ രോഗിയായി കിടക്കുന്ന സമയത്താണ് ഉള്ളത് എങ്കിൽ അവിടെ നമുക്ക് ചില ബാധ്യതകളുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ പറയുമ്പോൾ ഇതും കൂടി പണ്ഡിതന്മാർ ഉൾപ്പെടുത്താറുണ്ട്. കാരണം അവിടെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, അത്തരം രോഗിയായി കിടക്കുന്ന ആളുകളെ പോയി സന്ദർശിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ദീനുൽ ഇസ്ലാമിൽ സുന്നത്തായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള ബാധ്യത ചില റിവായത്തിൽ 5 5 ചില റിവായത്തിൽ 6 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട കാര്യമാണ് ഇദാ മരിള ഫഉദ്ഹു, അവൻ രോഗിയായാൽ അവൻ സന്ദർശിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയില്ല നമ്മുടെ ആ സന്ദർശനത്തോടു കൂടി അത് അവന്റെ അവസാനത്തെ രോഗമായിരിക്കുമോ ഇല്ലേ എന്ന് നമുക്കറിയുകയില്ല. രോഗിയായാൽ നമ്മൾ സന്ദർശിക്കുക. ഇനി മരണവുമായി ബന്ധപ്പെട്ട് അടുത്തിരിക്കുന്നു എന്ന് തോന്നുന്ന പ്രായാധിക്യം കാരണത്താലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾ ഉണ്ടാകും. ഡോക്ടർമാർ ചിലപ്പോൾ അവരുടെ നിഗമനത്തിലൂടെ പറയും ഇനി അധികം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. നിഗമനങ്ങളാണ്, അത് സാധ്യത കൂടുതൽ ഉണ്ടാകുമ്പോൾ അവരത് പറയുകയും ചെയ്യും. അത്തരം സാഹചര്യങ്ങളിൽ ഹോസ്പിറ്റലിലോ
അതല്ലെങ്കിൽ നേരിട്ട് വീട്ടിലോ ഒക്കെ പോയി നമ്മൾ കാണുന്ന സമയത്ത് അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിലേക്ക് അടുക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിൽപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, അവരുടെ ഇബാദത്തുകളെ കുറിച്ച്, അതായത് രോഗശൈലി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വലിയൊരു അബദ്ധത്തിൽപ്പെട്ട കാര്യമാണ് നിസ്കാരം പോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലുകൾ അവർ രോഗശൈലി ഒഴിവാക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമില് ബുദ്ധി മറഞ്ഞു പോകുന്ന വരേക്കും നിസ്കാരം ഉപേക്ഷിക്കാൻ യാതൊരളവും നൽകിയിട്ടില്ല. ഒരാൾക്ക് ബുദ്ധിയുണ്ടോ അയാൾ നിസ്കരിക്കൽ നിർബന്ധമാണ്. യാത്രക്കാരനാകട്ടെ, നാട്ടുകാരനാകട്ടെ, രോഗിയാകട്ടെ, ആരോഗ്യാവസ്ഥയിലാകട്ടെ, ഒരവസ്ഥയിൽ പോലും നിസ്കാരം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമതായി നാളെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്ത് ഒഴിവാക്കാൻ ദീനുൽ ഇസ്ലാമിന് അനുവാദം നൽകിയിട്ടില്ല. ഈ രോഗിയും അതിലാണ് പെടുന്നത്. അപ്പൊ നമ്മളത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അതാണ്. കാരണം പലപ്പോഴും ചിലപ്പോൾ അവസാന സ്റ്റേജിലൊക്കെ എത്തിയ ആൾക്കാരായിരിക്കും. അവർ ചിലപ്പോൾ വിചാരിക്കും ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിലൂടെ മൂത്രക്കുഴൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള നജസ്സുകളുണ്ട്, എനിക്ക് വസ്ത്രമൊന്നും നജസ്സായി മാറാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുപാട് സാധുക്കളായ ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നത് അങ്ങനെ നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അവർ പറഞ്ഞു കൊടുക്കണം, നമ്മൾ വളരെ കൃത്യമായി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഏതൊരു കാര്യവും നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കത് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ല എന്ന് നോക്കിയിട്ടാണ്. ഫത്തഖുല്ലാഹ മസ്തതഅതും. ഇത് ദീനിന്റെ അടിസ്ഥാന കാര്യമാണ്, ഖുർആനിലെ ആയത്താണ്. നിങ്ങൾ അള്ളാഹുവിനെ സാധിക്കുന്ന അത്ര സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഒരാളെ സാധിക്കാത്ത കാര്യം അള്ളാഹു ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നിശ്ചയിക്കുന്നില്ല. നിസ്കരിക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണ്, നജസ് വൃത്തിയാക്കാൻ കൽപ്പിച്ചത് അള്ളാഹുവാണ്, അതുപോലെ തന്നെ ഔറത്തൊക്കെ മറക്കാൻ കൽപ്പിച്ചത് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇതൊക്കെ അള്ളാഹിന്റെ ദീനിലുള്ള നിയമമാണ്. പക്ഷെ ഒരാൾക്ക് അതിന് കഴിവില്ലെങ്കിലോ, അതിന് പേരിൽ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ എന്ത് ചെയ്യുന്നില്ല, കുറ്റക്കാരനാക്കുന്നില്ല. ഒരാൾക്ക് നജസ് വൃത്തിയാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നജസ് എപ്പോഴും പോയിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയിൽ മൂത്രക്കോയിലുകളോ മറ്റോ ഒക്കെ ഒരാളിലുണ്ട്. ഈ അവസ്ഥയിൽ തന്നെ ഒരാൾക്ക് നിസ്കരിക്കാവുന്നതാണ്. ഓരോ വക്തിനും വുളു എടുത്തുകൊണ്ട് ഈ അവസ്ഥയിൽ തന്നെ നിസ്കരിക്കാം. ഇനി വുളു എടുക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ തയമ്മും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മണ്ണ് നമ്മളൊരു പാത്രത്തിലോ പേപ്പറിലോ ഒക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരുടെ കയ്യിലടിച്ച് മുഖവും കൈയൊക്കെ തടവിയിട്ട് അവരെ നിസ്കരിപ്പിക്കണം. ഇത് അവരോട് നമ്മൾ ചെയ്യുമ്പോൾ ഒരു രോഗിയെ സന്ദർശിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. മറ്റു പല വിശേഷങ്ങൾ ചിലപ്പോൾ ആളുകൾ ചോദിക്കും, രോഗത്തെക്കുറിച്ച് ചോദിക്കും, പല കാര്യങ്ങളും ചോദിക്കും. പക്ഷെ അവർ ഏറ്റവും ആദ്യം അവർ നിർവഹിക്കേണ്ടത് 5 വക്ത് നിസ്കാരമാണ്. അതിന് പലപ്പോഴും പറഞ്ഞു കൊടുക്കാറില്ല. ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തണം. രണ്ടാമത്തേത്, കടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവർ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. കാരണം ഒരു മുഅ്മിൻ അവന്റെ ഖൽബ് എപ്പോഴും കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അത് ഖബറിലെത്തിയാൽ പോലും ആ ഒരു കാര്യത്തിൽ നിന്ന് ഉത്തരവാദിത്തം അത് ഒഴിവാകാതെ അവന്റെ ബാക്കിയുള്ള കാര്യത്തിൽ വലിയ പ്രയാസമായിരിക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം സ്വഹാബികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ കടമുള്ള ഒരു മയ്യത്തിനെ കൊണ്ടുവന്നപ്പോൾ അവൾ നിസ്കാരത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. സ്വഹാബികൾ ചോദിച്ചു എന്താണ്? അപ്പൊ ഈ വ്യക്തിക്ക് കടമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു സ്വഹാബി വന്ന് ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന് വേണ്ടി നിസ്കരിച്ചത് എന്നാണ്. അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടാണ് മരണപ്പെട്ടതിന് ശേഷം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നിസ്കരിക്കാതെ മാറി നിന്നത് എന്നുള്ളത് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട അവർക്ക് കടവുമായി ബന്ധപ്പെട്ട വല്ല കാര്യമുണ്ടോ അത് അവരോട് കൃത്യമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. അത് ഏറ്റവും ആദ്യം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യേണ്ടത് അവരേറ്റവും അടുപ്പക്കാരായ കുടുംബക്കാരാണ്. ഒരു ഉപ്പയാണെങ്കിൽ മക്കളാണ്, ഉമ്മയാണെങ്കിൽ മക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇങ്ങനെ ഏറ്റവും അടുത്ത ആളുകളാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ മുൻപന്തിയിൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. നിസ്കാരത്തിന്റെ കാര്യമാകട്ടെ, കടവുമായി ബന്ധപ്പെട്ട കാര്യമാകട്ടെ, ഇതൊക്കെ ചോദിച്ചു മനസ്സിലാക്കണം. ഇനി വല്ല വസിയത്തുകൾ ഉണ്ടെങ്കിൽ അത് അവർ ഓർമ്മപ്പെടുത്തണം. എന്തെങ്കിലുമൊക്കെ വസിയത്തുകൾ, എൻ്റെ ഇന്ന കാര്യം അത് ഞാനിത് മസ്ജിദിന് വേണ്ടി മാറ്റിവെക്കുകയാണ്, ഇന്ന രൂപത്തിൽ എൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇന്ന ആളുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ അനന്തരാവകാശികളല്ലാത്ത ആളുകൾക്കാണ് വസിയത്ത് ചെയ്യാൻ നമുക്ക് പാടുള്ളൂ. മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യക്കോ ഭർത്താവിനോ ഒന്നും പരസ്പരം അനന്തരാവകാശം അത് ഉള്ള ആളുകളാണ്, അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വസിയത്ത് എഴുതാൻ പാടില്ല. അവർക്ക് അതിന്റെ നിയമപ്രകാരം കിട്ടും. അതല്ലാത്ത വസിയത്തുകൾ മറ്റും ഉണ്ടെങ്കിൽ 1/3 കൂടാതെ, ഏറ്റവും കുറഞ്ഞത് 1/3, ഏറ്റവും കൂടിയത് 1/3, അതിൽ കൂടാതെ ഒരാൾക്ക് വസിയത്ത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുന്നതാണ്. അത് ആ സമയത്ത് തന്നെ അവർക്ക് ചെയ്യാം. അത് അവസാനത്തിലേക്ക് എത്തിയാൽ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നീട് അത് ചെയ്തിട്ട് കാര്യമില്ല. പിന്നീട് അത് സമ്പത്ത് മറ്റുള്ള ആളുതായി എന്നീ അത് ഇന്നടത്തേക്ക് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അവസാനം ആ സമയം ഉണ്ടാകുന്ന രോഗബാധിതയായിട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വസിയത്തുകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായി എന്ത് ചെയ്യണം, അത് രേഖപ്പെടുത്തണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി മരണം മുന്നിൽ കാണുന്ന ആ അവസ്ഥയിലുള്ള ആളുകൾക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലഖിലു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അങ്ങനെ മരണശയ്യയിൽ കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ തൽക്കീൻ ചെയ്തു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാണത്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാ എന്നതായാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറ്റവരെ ആ ലാ ഇലാഹ ഇല്ലല്ലാ അവരെ കൊണ്ട് അവസാനം അവരുടെ നാവിൽ നിന്നും അത് വരാൻ വേണ്ടി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കാം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞു കൊടുക്കുന്നത് രണ്ട് രൂപത്തിലാകാം. ഒന്നുകിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാ പറയൂ എന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. ഇനി വേറെ സമയത്ത് ചിലപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ ഉണ്ടായേക്കാം. അവരതിനെ നിഷേധിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അവരത് പറയാതെ ഞാൻ പറയില്ല എന്നൊക്കെ അവർക്ക് ദേഷ്യമൊക്കെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ, അങ്ങനെയുള്ള അവസ്ഥ മറ്റും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് ഈ പറയുന്ന ഹദീസുകളൊക്കെ പറഞ്ഞു കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുക്കാം. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയ അവർക്ക് സ്വർഗം ലഭിക്കും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് എന്നാണ്. അതിനൊക്കെ അപ്പുറത്ത് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് അറിയാത്ത ഒരാൾ കേവലം നാവ് കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതുകൊണ്ട് അയാൾക്ക് ഉപകരിക്കണമെന്നില്ല. അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നാവ് കൊണ്ട് പറയുന്നു, കൽബിൽ ഒരുപാട് ഇലാഹുകളെ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അവനക്ക് പ്രാർത്ഥിക്കാൻ ഒരാളുണ്ട്, അവന് സഹായം തേടാൻ മറ്റൊരാളുണ്ട്, ഇസ്തിഗാസ നടത്താൻ മറ്റൊരാളുണ്ട്. അവൻ ചില കാര്യങ്ങളൊക്കെ ബരമേൽപ്പിച്ചത് ഇന്നവരെയാണ്, ബദരീങ്ങളെയാണ്, മുഹീദ്ദീൻ ഷെയ്ഖിനെയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളെ അവൻ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ആരാധ്യന്മാരാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നതിനെതിരായിട്ടാണ് അവന്റെ കൽബിലുള്ളത് എങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ അവന് ഉപകരിക്കണമെന്നില്ല. ജീവിതത്തിൽ ഉപകരിക്കാത്തതുപോലെ തന്നെ മരണസമയത്തും അവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാ അവൻ ഉപകരിക്കണമെന്നില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ ഉപകരിക്കണമെങ്കിൽ അത് ആദ്യം അവന്റെ കൽബിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറയണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖാലിസൻ മിൻ ഖൽബി, കൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞവർ അവർക്കാണ് നാളെ പരലോകത്ത് ശഫാഅത്തുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൽബ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ ആദ്യം പറയണം, ശേഷമാണ് നാവ്. കൽബ് അംഗീകരിക്കാത്തൊരു കാര്യം നാവ് കൊണ്ട് പറയുന്നതിൽ യാതൊരു കാര്യമില്ല. മുനാഫിഖുകൾ ലാ ഇലാഹ ഇല്ലല്ലാ ആവർത്തിച്ച് പറഞ്ഞില്ലേ, അവർക്ക് വല്ല ഉപയോഗവും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നിസ്കാരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ടുണ്ട്, ബാങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നരകത്തിന്റെ അടിത്തട്ടിലാണ് ആ മുനാഫിഖുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ പഠിക്കണം, മനസ്സിലാക്കണം. അതോടൊപ്പം അത് നമ്മുടെ അവസാനത്തെ വാക്കായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മരണസമയത്ത് ആ കാര്യത്തിൽ അവന് എന്ത് ചെയ്യും? ഉറപ്പിച്ചു നിർത്തുന്നതായിരിക്കും. അല്ലാഹു തആല അത് ഉറപ്പിച്ചു നിർത്തും. ജീവിതം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നു. പ്രാർത്ഥനയും സഹായതട്ടവും അവൻ ആളുകൾ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും വെറുത്തതും അവൻ പരിശ്രമിച്ചതും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മരണസമയത്ത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അവനെ ഉറപ്പിച്ചു നിർത്തുമെന്നാണ്. ഖബറിലെ ചോദ്യങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പിച്ചു നിർത്തും. ഇതൊക്കെ സഹോദരങ്ങളെ ആയത്തുകൾ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ അവർക്ക് എന്ത് ചെയ്തു കൊടുക്കുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഇത് മരണത്തിന് മുമ്പുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഇതാണ് ഒന്നാമത്തെ ഒരു ഘട്ടമായിട്ട് നമുക്ക് പറയാവുന്നത്. മരണത്തിന് മുമ്പ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ നമ്മുടെ ബാധ്യതയിൽപ്പെട്ട ചില കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, രോഗിയായാൽ അവരെ സന്ദർശിക്കണം. രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്ക് വല്ല വീഴ്ചകളും സംഭവിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ്. അതേപോലെ അവർക്ക് ബാധ്യതയായിട്ടുള്ള കടബാധ്യതകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ, സക്കാത്ത് കൊടുക്കേണ്ടവരാണെങ്കിൽ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഇനി ഹജ്ജ് ചെയ്യാൻ സാമ്പത്തികമായി കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരാളെ വസിയത്ത് ചെയ്യുക, ഒരാളോട് ഏൽപ്പിക്കുക. ഞാൻ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യണം, എൻ്റെ പൈസ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇതൊക്കെ അവർക്ക് പറയാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ മരണത്തിന് മുമ്പ് തന്നെ അവരുടെ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. ഇത് ഖൈറാണ്. അവരോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഖൈറാണ്. അത് നമ്മൾ മടിച്ചു നിൽക്കാൻ പാടില്ല. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്. പിന്നീട് സഹോദരങ്ങളെ, മരണം വിവരം ലഭിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ അതിന് ഒരുപാട് ആളുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ ആയിട്ടുള്ള ഒരാളുണ്ടാകാം, ഒന്നോ രണ്ടോ ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പോൾ കുറച്ച് ആളുകളെ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എല്ലാവരും നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ആരാണ്, ആരുടെ കൂടെയാണ് ഉണ്ടായിരിക്കുക എന്നൊന്നും നമുക്ക് അറിയുകയില്ല. നമ്മളും മരിക്കും, നമ്മുടെ കൂടെയുള്ളവരും മരിക്കും, മുഴുവൻ ആളുകളും മരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മരിക്കാത്തതായി ആരും തന്നെ ഇല്ല. അപ്പൊ മരിച്ച ഉടനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന ഇദാ അസാബത്ഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് വല്ല മുസീബത്തുകളും ബാധിച്ചു കഴിഞ്ഞാൽ, ആരാണ്? മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ടാണ് പറയുന്നത്. അവർക്ക് വല്ല മുസീബത്തും ബാധിച്ചു കഴിഞ്ഞാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിധിയിൽ അവരൊരിക്കലും അതൃപ്തി കാണിക്കുന്ന, അതിൽ തൃപ്തിയില്ലാത്ത അല്ലെങ്കിൽ അതിനോട് പൊറുതികേട് കാണിക്കുന്ന ആളുകളായി അവർ തീരില്ല. മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധി അതെല്ലാം ഖൈറിന് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വേണ്ടപ്പെട്ട ആളുകളെ തിരിച്ചെടുത്തതുമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ വലിയ ഹിക്മത്ത് ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ നാവ് കൊണ്ട് പറയും, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും റബ്ബേ, നമ്മളെല്ലാം നിന്നിൽ നിന്നായിരുന്നു, നിന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. ഏതാനും കുറഞ്ഞ വർഷങ്ങൾ ജീവിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഭൂമിയിലേക്ക് പടക്കപ്പെട്ടത്. അതിനു മുമ്പ് അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ്. പിന്നീട് നമ്മൾ ഭൂമിയിലേക്ക് സമയമായപ്പോൾ നമ്മൾ ജനിച്ചു. ആ സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചു പോവുകയും ചെയ്യും. അത് ഓരോരുത്തരുടെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ ആ കാര്യം ആലോചിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന കാര്യം സഹോദരങ്ങളെ നമ്മൾ ആദ്യം പറയുക. ഇനി ആ മരിച്ചതിന് ശേഷം നമ്മൾ ഉടനെ തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള കാര്യമാണ്, മരണപ്പെട്ട സമയത്ത് ചിലപ്പോൾ മയ്യിത്തിന്റെ കണ്ണ് അത് തുറന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ തുറന്ന അവസ്ഥയിലാണെങ്കിൽ ആ കണ്ണ് അത് നമ്മുടെ കൈകൾ കൊണ്ട് എന്ത് ചെയ്യുക, അത് മൂടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവർ പറയുന്നുണ്ട്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല അബി സലമ. അബൂ സലമ അവരുടെ ഭർത്താവാണ്. അബൂ സലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്ത സ്ത്രീയാണ്. അപ്പോൾ അവരുടെ ആദ്യ ഭർത്താവ് അബൂ സലമ മരണപ്പെട്ട വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പ്രവേശിച്ചു. വഖദ് ശഖ ബസറുഹു, അദ്ദേഹത്തിന് കണ്ണ് തുറന്ന അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഫഅഗ്മദഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണ് എന്ത് ചെയ്തു കൊടുത്തു, അത് അടച്ചു കൊടുത്തു. സുമ്മ ഖാല ഇന്ന റൂഹ ഇദാ ഖുബില തബിഅഹു അൽ ബസർ. പിന്നീട് അവിടുന്ന് പറഞ്ഞു, റൂഹ് അത് എടുക്കപ്പെട്ടാൽ കണ്ണ് അതിനെ പിന്തുടരും എന്നാണ് പറയുന്നത്. റൂഹ് ശരീരത്തിൽ നിന്നും വേർപെട്ടു പോകുന്നത് നമുക്കാർക്കും കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ആ മരിക്കാൻ പോകുന്ന വ്യക്തി അതിനെ തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ചിലപ്പോൾ മുകളിലേക്ക് നോക്കിയ അവസ്ഥയിലൊക്കെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് കണ്ണടച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇജ്മാ ഉള്ള കാര്യമാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ്, സനആനി ഒക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ആദ്യം ചെയ്തു കൊടുക്കേണ്ടത് കണ്ണടച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ഹോസ്പിറ്റലിലാണെങ്കിലും പിന്നീട് വീട്ടിലാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. കാരണം അങ്ങനെ കണ്ണ് തുറന്ന അവസ്ഥയിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ നമ്മൾ അത് അടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അത് അടക്കാൻ ചിലപ്പോൾ സാധിക്കില്ല. അത് ആദ്യ സമയത്ത് സാധിക്കുന്ന കാര്യമാണ്. പിന്നെ അത് അടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കണ്ണങ്ങനെ തുറന്നു നിൽക്കുക എന്ന് പറയുന്നത് അതൊരു വികൃതമായ രൂപത്തിലേക്കായിരിക്കും അത് ഉണ്ടാവുക. കാണുന്ന ആളുകൾ, പിന്നീട് വന്ന് കാണുന്ന ആൾക്ക് എന്തോ ഒരു പ്രയാസം അതുണ്ടാകും കണ്ണങ്ങനെ തുറന്ന അവസ്ഥയിലാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് മയ്യത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ എല്ലാ അഹ്കാമുകളും മയ്യത്തിനെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു മോശം അവസ്ഥയിൽ കാണാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് മയ്യത്തിന്റെ കാര്യത്തിലും. അതുകൊണ്ടാണ് മയ്യത്തിന്റെ കാര്യത്തിലൊക്കെ മയ്യത്തിന് ഒരു മോശം ഗന്ധം പുറത്തേക്ക് വരാൻ പാടില്ല, ഒരു മോശമായിട്ടൊരു അവസ്ഥയിൽ കാണാൻ പാടില്ല. അപ്പം അതുകൊണ്ട് കണ്ണൊക്കെ അടച്ചു കൊടുക്കുക എന്നുള്ളത് ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ വരുന്ന കാര്യമാണ് സഹോദരങ്ങളെ, അവരുടെ തല അത് താടിയുമായി കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഇങ്ങനെ ഒരു കെട്ടുള്ള തുണിയുണ്ട്. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകം തുണിയൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലും മറ്റോ ഉണ്ട് വലിയ കർച്ചീഫോ അതല്ലെങ്കിൽ വലിയ തുണിയോ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് തലയിലൂടെ ഇങ്ങനെ കെട്ടിയിട്ട് താടിയിൽ എന്ത് ചെയ്യണം, താടി അത് കെട്ടി കൊടുക്കണം. കാരണം അത് വായ തുറന്ന അവസ്ഥയിലേക്കാണ് ഉള്ളതെങ്കിൽ പിന്നീട് നടക്കാൻ സാധിക്കുകയില്ല. അപ്പൊ ആദ്യ സമയത്ത് ആ രക്തം ചൂടുള്ള സമയത്ത് ശരീരത്തിന് ഒരു മാർദ്ദവം ഉണ്ടാവും. പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ തണുത്ത് വിറങ്ങലിച്ചു പോയാൽ പിന്നീട് അതിന് സാധിക്കുകയില്ല. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഒരു തുണി എടുത്തുകൊണ്ട് തലയിലൂടെ താടിയെല്ലിലൂടെ കെട്ടണം. അത് കെട്ടുന്ന സമയത്ത് പ്രത്യേകം അത് ഇളകി പോകാതിരിക്കാനുള്ള രൂപത്തിൽ, അത് ഇന്ന രൂപത്തിൽ തന്നെ കെട്ടണം എന്ന് സുന്നത്തിൽ വന്നിട്ടൊന്നുമില്ല. മറിച്ച് അത് അങ്ങനെ ചെയ്തു കൊടുക്കണം. എന്തിനു വേണ്ടിയാണ്? വായ അത് തുറന്നിരിക്കാതിരിക്കാനാണ്. കാരണം പിന്നീട് നമ്മൾ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ വായ തുറന്നിരിക്കാൻ പാടില്ല. കാരണം വായയിലൂടെ വെള്ളം അകത്തേക്ക് കയറിയാൽ വയറ് വീർത്തു വരാനും മറ്റുമൊക്കെ പിന്നീട് കഫൻ ചെയ്തതിന് ശേഷമൊക്കെ ശരീര ഗുഹ്യ ഭാഗങ്ങളിലൊക്കെ വെള്ളം പുറത്തേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ വായ അടച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു തുണി എടുത്തുകൊണ്ട്, അതായത് നേരിയൊരു തുണി, നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മളിപ്പോ ഒരു കാണാറുണ്ടാവുമല്ലോ, നമ്മൾ തലയിലൊക്കെ വല്ല ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതേ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തുണി എടുത്തുകൊണ്ട് ഒരു വൃത്തിയിൽ എന്ത് ചെയ്യുക, വായൊക്കെ അടച്ച് കൃത്യമായി അതിനൊരു കെട്ടിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതും പിന്നീട് നോക്കുമ്പോൾ വായ എങ്ങനെ തുറന്ന അവസ്ഥയിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വികൃതമായി നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലെ? നമ്മൾ പോലും ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കാവുന്ന കാര്യം, നമ്മളിങ്ങനെ ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മൾ വായൊക്കെ തുറന്ന് അത് മറ്റൊരാൾ കാണാൻ നമ്മൾ ഇഷ്ടപ്പെടാറില്ല, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകിൽ പുതപ്പ് ഇട്ടിട്ടോ
അതല്ലെങ്കിൽ ആളുകളുള്ള സമയത്ത് നമ്മളിപ്പോൾ ഇവിടെ ആരും ഒരാൾ കിടന്നുറങ്ങൂല, നമുക്ക് ഇഷ്ടപ്പെടൂല നമ്മളിങ്ങനെ ഉറങ്ങുന്നിടത്ത് ആൾക്കാർ വന്ന് കാണുക എന്നുള്ളത്. അതേപോലെ തന്നെ മരിച്ച മയ്യത്തിനെയും അങ്ങനെ തന്നെയാണ്, ആളുകൾ വന്ന് കാണുന്നുണ്ടാകും, കുളിപ്പിക്കുമ്പോൾ ആളുകൾ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വായൊക്കെ കൃത്യമായി കെട്ടിക്കൊടുക്കുക, രണ്ടാമത്തെ കാര്യം. പിന്നീട് സഹോദരങ്ങളെ അവർ പറയുന്നു, പണ്ഡിതന്മാർ പറയുന്നു, തലീനു മഫാസിലിഹി, അവരുടെ ജോയിന്റുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് മരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കേണ്ട കാര്യത്തിൽ പെട്ടതാണ്. ഒന്ന് ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് അല്പം ഒരു പകുതി വരെ ഒന്ന് എണീപ്പിച്ച് ഒന്ന് മടക്കി ഒന്ന് താഴേക്ക് നിർത്തുക. അതല്ലെങ്കിൽ ശരീരം മുഴുവൻ ഒന്ന് ആകെ ഒന്ന് ടൈറ്റായി പോകും. അപ്പൊ ഒന്ന് ഉയർത്തിയിട്ട് ഒന്ന് താഴേക്ക് ഇരുത്തുക. അതേപോലെ കാലുകളൊക്കെ ഒന്നെന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ഒന്ന് മുകളിൽ ഒന്ന് മടക്കി അത് നിവർത്തുക. അങ്ങനെ ഓരോ കാല്, വലത്തെ കാല് മടക്കി നിവർത്തുക, ഇടത്തെ കാല് മടക്കി അത് നിവർത്തുക, വലത്തെ കൈ ഇതേപോലെ ഇങ്ങനെ മടക്കി അതിങ്ങനെ നിവർത്തി കൊടുക്കുക. അങ്ങനെ കൈകളൊക്കെ മടക്കി നിവർത്തി ശരീരത്തിനോട് അടുപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾ നേരെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ആ രൂപത്തിലേക്ക് നമ്മൾ അടുക്കി വെക്കുക. ചില ആളുകൾ ചെയ്യുന്നത് പോലെ നിസ്കരിക്കുന്ന രൂപത്തിലേക്കൊന്നും വെക്കരുത്. കാരണം അങ്ങനെ നമ്മൾ ആദ്യം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് ആ രൂപത്തിൽ മാറ്റാൻ സാധിക്കില്ല, പിന്നീട് അത് ടൈറ്റ് ആയിരിക്കും. പിന്നീട് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ കഫം ധരിപ്പിക്കുന്ന സമയത്തും അത് ഇങ്ങനെ കൃത്യമായി അത് കെട്ടി വെക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നേരെ, അതായത് വലത്തെ തുടന്റെ ഭാഗത്തേക്കായിട്ട് വലത്തെ കാലും ഇടത്തെ തുടന്റെ ഭാഗത്തേക്കായിട്ട് ഇടത്തെ കൈയൊക്കെ വെച്ച് കൈകളൊക്കെ ഒന്ന് ജോയിന്റുകളൊക്കെ ഒന്ന് അമർത്തി തുറക്കുക. അപ്പൊ ആ രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വൃത്തിയായി അവിടെ നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുക. ഇത് മുസ്തഹബാണ് എന്നുള്ളതിന് 4 മദ്ഹബിലും സഹോദരങ്ങളെ ഏകകണ്ഠേന അഭിപ്രായമുള്ള കാര്യമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ പറയുന്നത് കുളിപ്പിക്കുന്ന സമയത്തൊക്കെ എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് കൈയൊന്നും അനക്കാൻ പറ്റുകയില്ല. അല്ലെങ്കിൽ കുളിപ്പിക്കുമ്പോൾ നമുക്ക് ശരീരഭാഗത്തും മുൻഭാഗത്തും പുറകു ഭാഗത്തൊക്കെ നനവ് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അത് എളുപ്പമാകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിനൊരു ലക്ഷ്യമുണ്ട്, അതാണ് അത് ചെയ്യാനുള്ള കാരണം. 4-മതായി ചെയ്യേണ്ടത് ശരീരം മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുക, മറച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തഗ്തിയത്തുൽ മയ്യിത്ത്, ശരീരം മുഴുവൻ നമ്മൾ മറച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ഒരു തുണി, നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ തുണി, അപ്പൊ അത് വെള്ള തുണി തന്നെ ലഭിക്കണം എന്ന് നമുക്ക് നിർബന്ധമില്ല. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം, ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ള തുണി കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ബെഡ്ഷീറ്റോ മറ്റോ ഒക്കെ നമ്മൾ സാധാരണ പുതക്കാൻ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യം അതിന് മതി. കാരണം അത് താൽക്കാലികത്തേക്കാണ്, നമ്മൾ കഫം പുടവയായിട്ട് ഉപയോഗിക്കുന്നതല്ല. മറിച്ച് ഈ പറയുന്നത് പോലെ ആളുകൾ വരുമ്പോഴൊക്കെ അങ്ങനെ തുറന്ന അവസ്ഥയിൽ കിടക്കുക എന്നുള്ളത് വേണ്ട. മറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു തുണി കൊണ്ട് അത് മൂടുക എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബികൾ ചെയ്തിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സുജ്ജിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന മാത ബിസൗബിൻ ഹിബറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ യമനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തുണിക്കാണ് അത് സൗബുൻ ഹിബറ എന്ന് പറയുന്നത്. പ്രത്യേകമായി നെയ്തെടുത്തിട്ടുള്ള യമനിലൊരു തുണിയാണ്. ചില പണ്ഡിതന്മാർ ഇത് കഫം പുടവ ധരിപ്പിക്കുമ്പോഴൊക്കെ ആ തുണി തന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എളുപ്പമുണ്ടെങ്കിൽ മാത്രം, അത് പ്രത്യേകമായിട്ടുള്ള ഒരു തുണിയാണ്, അത് ലഭിക്കണം നിർബന്ധമില്ല. അപ്പോൾ അതൊരാൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ശരീരം മുഴുവൻ മറക്കുക. ഇനി അത് ലഭിച്ചിട്ടില്ല എങ്കിൽ ഏതൊരു തുണി കൊണ്ടും എന്ത് ചെയ്യാം, ഒരാൾക്ക് മറച്ചു കൊടുക്കാവുന്നതാണ്. ഈ വിഷയത്തിലും ഇജ്മാ ഉള്ള കാര്യമാണ്. ഇനി മയ്യത്ത് എവിടെയാണ്, ഏതവസ്ഥയിലാണ് ഉണ്ടാവുക എന്നറിയില്ല. അപ്പൊ നമ്മളതൊരു കട്ടില് പോലത്തെ നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനെ കിടത്തുക എന്നുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ കട്ടിലിൽ തന്നെ കിടക്കുന്ന ആളായിരിക്കും, അപ്പോൾ അങ്ങനെ തന്നെ നമുക്കത് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുത്തേണ്ടതില്ല. ഇനി അതല്ല എങ്കിൽ കട്ടിലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറ്റി കിടത്തുക. ചിലപ്പോൾ ചില ആളുകൾ ഇരുന്നുകൊണ്ടായിരിക്കും മരണപ്പെട്ടിട്ടുണ്ടാവുക, ചിലപ്പോൾ ചില ആളുകൾ പല അവസ്ഥയിൽ മരണപ്പെട്ടിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരു ശരീരത്തിൽ ഒരു കട്ടിലിൽ കിടത്തുക എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ആ ധരിച്ചിരുന്ന വസ്ത്രം എന്ത് ചെയ്യാം, അത് മാറ്റാം. ധരിച്ചിരുന്ന വസ്ത്രം അത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി അത് അപ്പോൾ തന്നെ മാറ്റണം നിർബന്ധമില്ല, അത് കുളിപ്പിക്കുന്ന സമയത്ത് മാറ്റിയാലും മതിയായതാണ്. എന്നാൽ ചില സമയങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നത് മയ്യത്ത് മരണവെപ്രാളത്തിൽ ചിലപ്പോൾ മലമൂത്ര വിസർജ്യങ്ങളൊക്കെ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ വസ്ത്രം ഒന്ന് മാറ്റി വെക്കുക. ആ വസ്ത്രം മാറ്റിയിട്ട് കട്ടിയുള്ള ഒരു തുണി കൊണ്ട് മയ്യത്തിനെ പുതപ്പിച്ചാൽ മാത്രം മതി. വേറൊരു വസ്ത്രം ധരിപ്പിക്കേണ്ട ആവശ്യമില്ല, വേറൊരു വസ്ത്രം ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു നജസോ മറ്റോ ഒക്കെ പുറത്തേക്ക് വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മളത് തീർച്ചയായും അതൊന്ന് വൃത്തിയാക്കുക. ഒരു പ്രാഥമികമായി ഒരു വൃത്തിയാക്കൽ അതവിടെ നടത്തിയിട്ട് നല്ല കട്ടിയുള്ള ഒരു തുണി കൊണ്ട് മയ്യത്തിനെ എന്ത് ചെയ്യുക, അതിനെ മേൽ ധരിപ്പിക്കുക എന്നാണ്. അതേപോലെ അവർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അഥവാ ഇതൊക്കെ മരണപ്പെട്ട ഉടനെ ചെയ്യേണ്ട കാര്യമാണ്. അത് കുറെ നേരം ചെയ്തിട്ട് ഈ കാര്യമില്ല. അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആദ്യത്തെ ചെയ്യേണ്ട കാര്യമാണ്.
അതേപോലെ അവർ പറഞ്ഞ കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഭാരമുള്ള ഒരു വസ്തു വയറിന്റെ ഭാഗത്ത് വെക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഭാരമുള്ള ഒരു വസ്തു വയറിന്റെ ഭാഗത്തേക്ക് വെക്കുക, അതും അതിൻ്റെതായ ഒരു ഫായ്ദയുണ്ട്. അതല്ല എങ്കിൽ ശരീരത്തിന്റെ അകത്ത് വാതകങ്ങളും മറ്റും നിറഞ്ഞിട്ട് ശരീരഭാഗം വയറ് ഇങ്ങനെ വികസിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വയറ് വികസിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്തെങ്കിലുമൊക്കെ ഭാരമുള്ള, അതിപ്പോൾ എന്തെങ്കിലും ചെറിയൊരു വെയിറ്റ് ഉള്ള ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വസ്തു, അത് തുണിയുടെ ഉള്ളിലായിട്ട് വെച്ചാൽ നമ്മൾ പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ വെക്കേണ്ടതില്ല, നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ അതിന് മുകളിലേക്കായിരിക്കും തുണി ഇടുക. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. ഇനി മയ്യത്തിന്റെ അടുക്കലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ മഹറമായ ആളാണെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും പരസ്പരം, അതല്ലെങ്കിൽ പുരുഷന്മാർക്ക് പുരുഷന്മാരെയും സ്ത്രീകൾക്ക് സ്ത്രീകളെയും മയ്യത്തിനെ കണ്ടാൽ മയ്യത്തിന്റെ ഇരു കണ്ണുകൾക്കിടയിൽ ചുംബിക്കുന്നതിന് വിലക്കില്ല. മയ്യത്തിന്റെ ഇരു കണ്ണുകൾക്കിടയിൽ ചുംബിക്കുന്നതിന് വിലക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചുംബിച്ചതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന അബാ ബക്രിൻ ഖബ്ബല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മയ്യിത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി കിടക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വന്നിട്ട് ചുംബിച്ചിട്ടുണ്ട്. ഇരു കണ്ണിന്റെയും ഇടയിൽ അദ്ദേഹം വന്ന് ചുംബിച്ചിട്ട്. അപ്പോൾ വേണ്ടപ്പെട്ട ഒരാളെ അങ്ങനെ ചുംബിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം ചില ആളുകൾ വിചാരിക്കും ചിലപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതുപോലെ തെറ്റായി പോകുമോ. കാരണം ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ നാട്ടിലൊക്കെ നോക്കിയാൽ അതിൽ ബഹുഭൂരിപക്ഷം ഒരുപാടില്ലാത്ത അനാചാരങ്ങൾ, ബിദ്അത്തുകൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരനായ ഒരാൾക്ക് ഇതിൽ ഏതാണ് സുന്നത്ത്, ഇതിൽ ഏതാണ് ബിദ്അത്ത് എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. ചിലപ്പോൾ നമ്മൾ സുന്നത്തായ ഒരു കാര്യം ചിലപ്പോൾ ബിദ്അത്താണ് എന്ന് ധരിച്ചേക്കും, അതല്ലെങ്കിൽ ബിദ്അത്തായ കാര്യമൊക്കെ വലിയ പ്രതിഫലാർഹമായ കാര്യമാണ് എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ചെയ്യും. അതാണ് കൂടുതലും, അത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാണ്, അങ്ങനെ ഒരാൾ നെറ്റിത്തടത്തിൽ കണ്ണിന്റെ ഇടയിലായി ചുംബിക്കുക എന്നുള്ളത് തെറ്റല്ല. അത് പുരുഷന്മാർക്ക് പുരുഷന്മാരെയും സ്ത്രീകൾക്ക് സ്ത്രീകളെയും നിരുപാധികം അനുവദനീയമാണ്. എന്നാൽ മഹറമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അത് ചെയ്യാവുന്നതാണ്. അത് അവരോട് ഒരു സ്നേഹത്തോടു കൂടി ചെയ്യുന്ന, പ്രയാസവും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എൻ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മുസീബത്ത് ആണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ മയ്യത്തിന്റെ കണ്ണടച്ചു കൊടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ മയ്യത്തിനെ കാണാൻ ആദ്യമായി വരുന്ന ആളുകൾക്കും അവിടെ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതും അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പഠിപ്പിച്ചു കൊടുത്തൊരു പ്രാർത്ഥനയാണ്. എന്താണത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തന്നെ അത് പറയുന്നുണ്ട്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. മാ മിൻ അബ്ദിൻ തുസീബുഹു മുസീബ, ഏതൊരു മനുഷ്യന്, ഒരു അടിമക്ക് ഒരു മുസീബത്ത് ബാധിച്ചു, ഫയഖൂൽ, മുസീബത്ത് ബാധിച്ച ഉടനെ അവൻ ഇത് പറയുകയും ചെയ്തു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും അല്ലാഹുവേ ഞങ്ങൾ നിന്നിൽ നിന്നുള്ളവരാണ്, നിന്നിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ്. അല്ലാഹു മുജിർനി ഫി മുസീബത്തി, അല്ലാഹു എനിക്ക് ഈ ബാധിച്ച മുസീബത്തിൽ നിന്നും നീ എനിക്ക് പ്രതിഫലം നൽകണമേ. വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹു ഇതിന് പകരമായി എനിക്ക് ഇതിനേക്കാളും ഖൈറായത് നൽകണമേ എന്നൊരാൾ പറയുകയും ചെയ്താൽ, അങ്ങനെയാണ് പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജിർനി ഫി മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ, ഇതാണ് ഒരാൾ പറയേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ ഇല്ലാ അജറഹുല്ലാഹു ഫി മുസീബത്തിഹി, അല്ലാഹു തആല മുസീബത്ത് ബാധിച്ചതിന് പകരമായി അതിന് പ്രതിഫലം നൽകും. വഅഖ്ലഫ ലഹു ഖൈറൻ മിൻഹാ, അല്ലാഹു അതിനേക്കാൾ ഖൈറായത് അവന് പകരം നൽകുമെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ യഥാർത്ഥ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു അബൂ സലമ എന്ന് പറയുന്നത് നല്ല നല്ല സ്വഭാവമുള്ള വളരെ ഉന്നതനായ ഒരു സ്വഹാബിയാണ്, നല്ല ഒരുപാട് സ്വഭാവ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു സ്വഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ ശരിക്കും ചിന്തിച്ചു പോയി, അബൂ സലമയെക്കാളും ഇനി ഖൈറായ ആരാണ് എനിക്ക് ഭർത്താവായി കിട്ടുക, അബൂ സലമക്ക് പകരമായി എനിക്ക് ആരെ കിട്ടും എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കൊണ്ട് ഞാനത് പറയുകയുണ്ടായി. പക്ഷെ പിന്നീട് സംഭവിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നതാണ്. അവർക്ക് മനസ്സിലായി ഈ ദുആ കൊണ്ട് കിട്ടിയത്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയാവാൻ സാധിച്ചു, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അഷ്റഫുൽ ഖൽഖിന്റെ ഭാര്യയാകാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് അത് പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. ഇത് മരണപ്പെട്ട ഉടനെ തന്നെ കണ്ണ് മൂടുന്ന സമയത്ത് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഉള്ള ആളുകൾക്കും പ്രാർത്ഥിക്കാം, പിന്നീട് വീട്ടിലേക്ക് വന്ന് സന്ദർശിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ്. ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്.
ഇനി അവിടെ പാടില്ലാത്തതും അനുവദിക്കപ്പെട്ടതുമായ ചില കാര്യങ്ങൾ ഈ മരണപ്പെട്ട ഉടനെ തന്നെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പാടില്ലാത്ത കാര്യമായിട്ട് അവർ പറഞ്ഞതാണ് അലമുറയിട്ട് കരയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതായത് ഇതിനെ ഒരു ക്ഷമിക്കുന്നതിന് പകരം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ഷമയുടെ വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതിന് പകരം അവർ അലമുറയിട്ട് കരയുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. അലമുറയിട്ട് കരയുക അത് പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് കരയൽ അനുവദനീയമാണ്. കരയുക എന്ന് പറയുന്ന അനുവദനീയമായ കാര്യമാണ്. അതൊരാൾക്ക് അയാളുടെ നിയന്ത്രണത്തിൽ പെടാതെ വരുന്ന കാര്യമാണ്. അത് മനഃപൂർവ്വം ഉണ്ടാക്കി കരയുന്നതോ അതല്ലെങ്കിൽ ഒച്ച വെക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് ഒരാളുടെ കൽബിൽ കാരുണ്യമുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരച്ചിലിനെ കുറിച്ച് പറഞ്ഞത്. കാരണം അവിടുന്ന് തന്റെ പുത്രനായ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? കരഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബികൾ ചോദിച്ചു, നബിയെ താങ്കൾ കരയുകയാണോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഹാദിഹി റഹ്മ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ കൽബിൽ വെച്ചിട്ടുള്ള കാരുണ്യമാണ്. അതുകൊണ്ട് ഒരാള് അങ്ങനെ കരയുന്നത് കൊണ്ട് തെറ്റല്ല. പക്ഷെ അലമുറയിട്ട് ജാഹിലിയത്തിന്റെ സ്വഭാവത്തിൽ വിളിച്ചു കരയുക എന്ന് പറയുന്നത് അത് ശരിയല്ല. കാരണം അത് ഒരു പൊറുതികേട് അറിയിക്കുന്ന രീതിയാണ്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടേ, എല്ലാം പോയേ എന്നൊക്കെ പറഞ്ഞ് ആ രൂപത്തിൽ കരയുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മരണവിവരം മറ്റൊരാളെ അറിയിക്കുന്നത് കൊണ്ട് തെറ്റായിട്ടുള്ള കാര്യമല്ല. മരണവിവരം ആളുകളെ അറിയിക്കാം. ഇതിപ്പോൾ ഒരു മെസ്സേജ് ആയിട്ട് അറിയിക്കുന്നതിലോ ഫോൺ വിളിച്ച് അറിയിക്കുന്നതിലോ തെറ്റില്ല. എന്നാൽ വിലക്കപ്പെട്ടിട്ടുള്ള നഅയുൽ മയ്യിത്ത് എന്ന് പറയുന്നത് അതിങ്ങനെ വിളംബരം നടത്തി പോകുക എന്ന് പറയുന്നതാണ്. അതങ്ങനെ വിളംബരം നടത്തി നാട് നീളങ്ങനെ വിളംബരം നടത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ഒരാൾ മയ്യിത്ത് നിസ്കാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മയ്യത്തിന് വേണ്ടി ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മരണവിവരം ഒരാൾ അറിയിക്കുന്നത് കൊണ്ട് തെറ്റില്ല. എന്നാൽ അത് വിളംബരം നടത്തി അതങ്ങനെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പാടില്ലാത്തതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു. അതല്ലെങ്കിൽ ആളുകൾക്ക് വാർത്ത അറിയിക്കുന്നതിൽ തെറ്റില്ല. ഇന്നാൾ മരിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യും? അവിടേക്ക് എത്തും, മയ്യത്ത് നിസ്കാരത്തിന് ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട കാര്യം. അതൊക്കെ മയ്യത്തിന് ഹൈറായിട്ടുള്ള കാര്യമാണ്. ആളുകൾ കൂടുതൽ നിസ്കരിക്കാനൊക്കെ ഉണ്ടായാൽ മയ്യത്തിന് ഹൈറായിട്ടുള്ള കാര്യമാണ്, അത് ചെയ്യാവുന്നതാണ്. പിന്നീട് പണ്ഡിതന്മാർ ഒരു അടിസ്ഥാനമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് മയ്യത്ത് പരിപാലനത്തിലുടനീളം പാലിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇസ്റാഉ അത്തജ്ഹീസ്, മയ്യത്തിന്റെ കാര്യങ്ങൾ മുഴുവനും വേഗത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. അതൊരു അടിസ്ഥാനമാണ്. മയ്യത്ത് പരിപാലനത്തിന്റെ ഒരു അടിസ്ഥാനമാണ്. മയ്യത്ത് പരിപാലനമെല്ലാം വേഗത്തിൽ ചെയ്യുക. വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഫർളുകളും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുക എന്നുള്ളതല്ല. മറിച്ച് അതെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ വേഗത്തിൽ, അതിനൊരു അനാവശ്യമായ ഒരു ഡിലേ അവിടെ വെക്കുക എന്നുള്ളത് പാടില്ല. അതിലൊരു മുസ്തഹബും ഇല്ല. അത് ആളുകൾ കൂടുതൽ നിസ്കരിക്കാൻ വരണം എന്നുള്ള നിയത്തിലാണെങ്കിലും ശരി, അതല്ലേ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള നിയത്തിലാണെങ്കിലും ശരി, അത് ശരിയല്ല. മറിച്ച് വേഗത്തിൽ ഏത് നാട്ടിലാണോ മരണപ്പെട്ടത് അവിടെ വെച്ച് തന്നെ മയ്യത്തിനെ മറമാടുക. ഏത് സമയത്താണോ മരിച്ചത് ഏറ്റവും പെട്ടെന്ന് തന്നെ മറമാടുക. ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതൊരു ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്, അസ്രിഉ ബിൽ ജിനാസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മയ്യത്തിന്റെ കാര്യത്തിൽ ധൃതിപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മയ്യത്തിന്റെ കാര്യത്തിൽ ധൃതിപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. അത് വെച്ചിരിക്കാൻ പാടില്ല. അങ്ങനെതായ പ്രത്യേകമായ വല്ല സാഹചര്യങ്ങളും വരികയാണെങ്കിൽ, അങ്ങനെ വല്ല പ്രത്യേകമായ അതിൻ്റെ വല്ല പ്രൊസീജിയറുകളൊക്കെ വരുന്ന സമയത്തല്ല എങ്കിൽ നമ്മൾ വെച്ച് നീട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രത്യേകിച്ചും ആളുകൾക്ക് പൊതുവിൽ വരുന്ന വലിയൊരു അബദ്ധമാണ്, വിദേശത്തോ മറ്റോ ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടത്തി മണിക്കൂറുകൾ ചിലപ്പോൾ ദിവസങ്ങളൊക്കെ പിന്നിട്ടിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണോ മരണപ്പെടുന്നത് അവിടെ മറമാടുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. ഈ ഹദീസിനോട് യോജിക്കുന്ന കാര്യം. പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. സഹാബികൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ റളിയല്ലാഹു അൻഹുമ, അദ്ദേഹം വേറൊരു സ്ഥലത്ത് നിന്ന് മരണപ്പെട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞ കാര്യമാണത്. അവിടെ തന്നെ മറമാടിയിരുന്നെങ്കിൽ അതായിരുന്നു കൂടുതൽ നല്ലത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയാണ്, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് എന്നെ കൊണ്ടുപോയി മറമാടണം എന്ന് പറയുകയും, ചില ആളുകൾ പറയും എന്നെ ഇന്ന ഖബർസ്ഥാനിലാണ് മറമാടേണ്ടത് എന്ന് ചിലപ്പോൾ വസിയത്തൊക്കെ പറയും. പക്ഷെ അയാൾ മറ്റൊരു സ്ഥലത്താണ്, നാട്ടിലാണ് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസിയത്ത് പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ വസിയത്ത് കൊണ്ട് മയ്യത്തിന് ഒരു ഉപകാരവും ഇല്ല. വസിയത്ത് കൊണ്ട് മയ്യത്തിന് ഒരു ഉപകാരവും ഇല്ല. കാരണം
ഹദീസിൽ വന്നത് മയ്യത്ത് ഹൈറായ ഒരു മയ്യത്താണെങ്കിൽ മയ്യത്ത് പറയുക എന്നെ പെട്ടെന്ന് മറമാടണം എന്നാണ് മയ്യത്ത് പറയുക. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന മയ്യത്തിന് അറിയില്ല, അതാ ഇനിയുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് ആ വസിയത്ത് പാലിക്കേണ്ട, ആ പാലിക്കുന്നതിൽ മയ്യത്തിനൊരു ഉപകാരമില്ല. മറിച്ച് ഇപ്പോൾ ഒരാൾ ഗൾഫിലാണ്, സൗദി അറേബ്യയിലാണ് മരണപ്പെടുന്നത്, മദീനയിലാണ് മരണപ്പെടുന്നത്, അവിടെ തന്നെ മറമാടുകയാണ് ഏറ്റവും ഹൈർ. കാരണം മദീനയിൽ വെച്ച് മരണപ്പെടുക, മദീനയിൽ തന്നെ മറമാടുക എന്നുള്ളതിന് ശ്രേഷ്ഠതയുണ്ട്. നാളെ പരലോകത്ത് പ്രത്യേകം ശുപാർശ ഷഫാഅത്ത് മദീനക്കാർക്കുണ്ട്, മദീനയിൽ മരണപ്പെട്ടവർക്കുണ്ട്. പക്ഷെ ഒരാൾ ചിലപ്പോൾ വസിയത്ത് പറഞ്ഞിട്ടുണ്ടാകും എൻ്റെ നാട്ടിലെ മഹല്ലിൽ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അത് പാലിക്കേണ്ടതില്ല എന്നാണ്. മറിച്ച് എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറമാടുക എന്നുള്ളതാണ് ഏറ്റവും സുന്നത്തായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വസിയത്തുകൾ ആരും പറയേണ്ടതുമില്ല, അങ്ങനെയുള്ള വസിയത്തുകൾ ആരും പറയേണ്ടതുമില്ല എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതൊക്കെ മരണപ്പെട്ട ഉടനെ നമ്മൾ ചെയ്യേണ്ട, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇനി നമുക്കറിയാം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഗുസ്ലുൽ മയ്യിത്ത്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന് ഇൻഷാ അല്ലാഹ് ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അവസാനത്തിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ആ രൂപം ചെറിയ രൂപത്തിൽ മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മൾ ശരിക്കും പഠിക്കേണ്ട കാര്യമാണ്. കാരണം പലപ്പോഴും യഥാർത്ഥ സുന്നത്ത് പിൻപറ്റുന്ന ആളുകൾ ഇത്തരം കാര്യത്തിലുള്ള പഠനത്തിൽ കുറവ് വരുത്തുന്നത് കാരണത്താൽ ഇത്തരം മേഖലയിൽ പലപ്പോഴും ബിദ്അത്തിന്റെ ആളുകൾ കയറിക്കൂടുകയും അവർ ഇല്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ കൊണ്ടുവരികയും ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് നിയമങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് ആളുകൾ ഇഷ്കാലാക്കാറുണ്ട്. അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടാൽ ഇത് അവർക്കല്ലാതെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുകയില്ല എന്ന് തോന്നുന്ന രൂപത്തിലാണ്. അവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവര് വേണം, എന്നാൽ ഇതൊക്കെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും ഞങ്ങളുടെ ഈ ബിദ്അത്തിന്റെയും ഷിർക്കിന്റെയും ഒക്കെ വൃത്തത്തൊന്നും പുറത്തു പോകരുത്, കാരണം മരിച്ചാൽ ഇതൊക്കെ ഞങ്ങൾക്കേ അറിയുള്ളൂ. ഇത് പേടിച്ചിട്ട് ചില ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് തൗഹീദും സുന്നത്തൊക്കെ മനസ്സിലായാലും ശരി ഇവർ കൂടെ തന്നെ നിൽക്കാം, കാരണം എല്ലാത്തിനും ഇവർ തന്നെ വേണമല്ലോ എന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ നാട്ടിലും സാധിക്കുന്ന രൂപത്തിൽ ഇതൊക്കെ പഠിച്ചിട്ട് ഇതിന് മുന്നോട്ടേക്ക് വരേണ്ടതുണ്ട്, അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. സുന്നത്തായ രൂപത്തിൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഇതിലൊന്നും ഒരു പ്രയാസമുള്ള കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ദീന് മുഴുവനും എളുപ്പമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മരണാനന്തര കർമ്മങ്ങളും വളരെ എളുപ്പമുള്ള കാര്യമാണ്. മരണാനന്തര കർമ്മങ്ങളും വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇനി ഗുസ്ലുൽ മയ്യിത്ത്, മയ്യിത്തിന്റെ കുളിപ്പിക്കൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് ഒരു ഖായിദ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതായത് ഒരൊറ്റ വരിയിൽ അത് മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഗുസ്ലുൽ മയ്യിത്ത് കഗുസ്ലിൽ ജനാബ, മയ്യിത്തിനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ജനാബത്തിനെ കുളിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അവിടെ നമ്മൾ ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ട അതിന്റെ നിബന്ധനകളും അതിന്റെ സുന്നത്തുകളൊക്കെ ഒരാൾക്ക് അറിയെങ്കിൽ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ജനാബത്ത് കുളിയിൽ എന്താണ് അതിന്റെ ഫർളായിട്ടുള്ളത്? മറ്റൊരു കാര്യമേ ഉള്ളൂ, രണ്ട് കാര്യമേ ഉള്ളൂ. നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ നനയുക എന്നുള്ളത് മാത്രമാണ് ജനാബത്ത് കുളിയിൽ എന്തുള്ളത്. അതിന്റെ രണ്ട് ഫർളായിട്ടുള്ള കാര്യം അതാണ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ ജനാബത്ത് കുളി ശരിയായി. ഉദാഹരണത്തിന് ഒരാള് എൻ്റെ വലിയ ശുദ്ധി നീങ്ങണം എന്ന നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ നനയാൻ വേണ്ടി ഒരു ഷവറിന്റെ താഴെ നിന്നു, അയാളുടെ കുളി പൂർണ്ണമായി. അങ്ങനെ വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ജനാബത്ത് കുളി പൂർണ്ണ. അതിൽ വായ ഒപ്പിളിക്കുക, മൂക്ക് കയറ്റി ചീറ്റുക എന്ന കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി. കാരണം അത് ശരീരത്തിന്റെ ബാഹ്യമായ ഭാഗത്തായിട്ടാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ചില മദ്ഹബിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും. അതോടുകൂടി കാര്യം കഴിഞ്ഞു. അപ്പൊ ജനാബത്ത് കുളിയിൽ വേറെ ഒന്നും അറിയില്ലെങ്കിൽ ഒരാൾക്ക് നിയത്തോടു കൂടി ഒരാൾ ഒരു കുളത്തിലേക്ക് ചാടി, അയാളെ വായിൽ വെള്ളം കുപ്പിളിച്ച് മൂക്കിൽ വെള്ളം കയറിയിട്ടുണ്ട്, കുളത്തിൽ കയറുമ്പോൾ ചിലപ്പോൾ അതും സംഭവിക്കും. അതുകൊണ്ട് പ്രത്യേകം ചെയ്യേണ്ടി വരികയില്ല. അയാൾ ജനാബത്ത് കുളി തന്നെ എഴുന്നേറ്റ് വന്നാൽ അയാൾക്ക് നിസ്കരിക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം, മുസാഫ് സ്പർശിക്കാം, ഖുർആൻ ഓതാം, കഴിഞ്ഞു. അതേപോലെ മയ്യിത്തിനെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം. അതായത് മതിയായി, നമുക്ക് വേറെ ഒന്നും അറിയില്ല, ഒരാൾക്കൊന്നും അറിയില്ല, മയ്യിത്ത് കുളിപ്പിക്കേണ്ട ഘട്ടങ്ങളോ ആദ്യം എന്ത് ചെയ്യണം, പിന്നെന്ത് ചെയ്യണം, എന്തൊക്കെ മുൻകരുതൽ ഒന്നും ഒരാൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ. മയ്യിത്ത് കുളിപ്പിക്കുക എന്നുള്ള നമുക്കാണ് നിയ്യത്ത് വേണ്ടത്, മയ്യിത്തിന് നിയ്യത്തില്ല. ആ നിയ്യത്തിൽ ശരീരം മുഴുവൻ ഒരാൾ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുളി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ശരീരം മുഴുവനും നനപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. അത് വാജിബ് വീടി, നിന്റെ പേരിൽ നാളെ കുറ്റമില്ല. കാരണം അത് ഫർള് കിഫായ ഒരു കാര്യമാണ്. ഒരു നാട്ടിൽ ഒരാൾക്കും അറിയില്ല, ഒരാളുടെ സ്ഥലത്ത് മരണപ്പെട്ടു, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ആദ്യം എന്ത് വെള്ളം എടുക്കേണ്ടത്, എങ്ങനെ കിടത്തണം, ഒന്നും ഒരാൾക്ക് അറിയില്ല. അപ്പം ശരീരം മുഴുവനും നനക്കുന്ന രൂപത്തിൽ മയ്യിത്തിനെ നിയ്യത്തോടു കൂടി നനപ്പിച്ചു കൊടുത്തു. അപ്പം വായ അത് നമുക്ക് കുപ്പിളിക്കേണ്ട ആവശ്യമില്ല, വായ എന്തെങ്കിലുമൊക്കെ തുണി കൊണ്ട് നനച്ചു കൊടുത്തു, മൂക്കിൽ ഒന്ന് നനച്ചു കൊടുത്തു. മയ്യിത്ത് കുളി അതിന്റെ മുജ്സി ആയ ശരിയാകുന്ന രൂപം അത് കഴിഞ്ഞിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഫർളായിട്ടുള്ള കാര്യം. ഇങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ മയ്യിത്തിന്റെ കുളി കഴിഞ്ഞു. എന്ന് നമ്മൾ പറയുന്നത് അതിന്റെ ഏറ്റവും കൂടുതൽ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കാൻ ഘട്ടം ഘട്ടമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളൊക്കെയാണ് ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നത്. അപ്പൊ അതെന്തിനാണ് വേർതിരിച്ച് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫായിദ ഉണ്ട്. ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ ഘട്ടം മാത്രം
ഉപയോഗിക്കേണ്ടതായ ഒരു അവസ്ഥ വരും. പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്കറിയാം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്? പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയുമാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്. അതിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കാവുന്നതാണ്. അതുപോലെ 7 വയസ്സിന് താഴെയുള്ള ചെറിയ കുട്ടികളാണെങ്കിലും ഉപ്പാക്ക് ചെറിയ മോളെയും അല്ലെങ്കിൽ ഉമ്മാക്ക് ചെറിയ മകനെയൊക്കെ കുളിപ്പിക്കാം. അതല്ല എങ്കിൽ അടിസ്ഥാനപരമായി പുരുഷനെ പുരുഷനും സ്ത്രീയെ സ്ത്രീയുമാണ് കുളിപ്പിക്കേണ്ടത്. ഇനി അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു, അവിടെ അവരെ ബന്ധപ്പെട്ട ആരുമില്ല എന്ന് വിചാരിക്കുക. നമുക്ക് അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കാതെ കുറെ കാലം ആള് വരാൻ കാത്തിരിക്കാനൊന്നും പറ്റൂല, അല്ലെ? അങ്ങനെ അത് ജീർണിക്കാൻ അനുവദിക്കാൻ പാടില്ല. നമ്മുടെ ബാധ്യതയാണ്. ഒരു സ്ത്രീ, ഇപ്പോൾ ഒരു അജ്ഞാത സ്ത്രീ മരണപ്പെട്ടു, ഒരു സ്ഥലത്തുനിന്ന് മരണപ്പെട്ടു, അപ്പോൾ അതിന്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു, നമുക്ക് അതിനെ അടുത്ത ഘട്ടത്തിൽ അവരെ മറമാറണം, മുസ്ലിമാണ്, നമ്മൾ എന്ത് ചെയ്യും? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞാണ്. അപ്പോൾ രണ്ടാലൊരു രീതി ചെയ്യാം. ഒന്നുകിൽ പുരുഷന്മാർ മാത്രമാണെങ്കിൽ അവരെ ഒന്നും മുഴുവനായി നനക്കുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അതല്ലാതെ അവരെ ആരും നേരിട്ട് കുളിപ്പിക്കാൻ പാടില്ല. കാരണം നഗ്നത കാണാൻ പാടില്ല, മയ്യത്തിൻ്റെതാണെങ്കിലും പാടില്ല. കാരണം അവിടെ സ്ത്രീകളാരുമില്ല, പുരുഷന്മാർ മാത്രമുള്ള സ്ഥലമാണ്. അതല്ലെങ്കിൽ അവർക്ക് തയമ്മം ചെയ്തു കൊടുക്കുക. തയമ്മം രൂപം ഇൻഷാ അല്ലാഹ് അവസാനം പറയുന്നുണ്ട്. അതല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന രൂപമൊന്നും അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം അവിടെ കുളിപ്പിക്കാനുള്ള അനുവദിക്കപ്പെട്ട ആളുകൾ അവിടെ ഇല്ല എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കുളിപ്പിക്കുന്ന രീതി പറയാണ്. ഒന്നാമത് പണ്ഡിതന്മാർ പറയുന്നത് യജിബു അൻ യകൂനൽ മുഗസ്സിലു അമീനൻ ആലിമൻ ബിതഗ്സീലിൽ മൗത. കുളിപ്പിക്കുന്ന വ്യക്തി 2 കാര്യങ്ങൾ ഒത്തിണങ്ങിയിട്ടുള്ള ആളായിരിക്കണം. ഒന്ന്, കുളിപ്പിക്കാനുള്ള അറിവ് അയാൾക്ക് ഉണ്ടായിരിക്കണം. 2, വിശ്വസ്തനായിരിക്കണം. ഈ 2 കാര്യം വേണം. കുളിപ്പിക്കുന്ന ആൾ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തനല്ലാത്ത ആളുകളൊന്നും മയ്യത്ത് കുളിപ്പിക്കാനൊന്നും പാടില്ല. വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും വിശ്വസ്തൻ തന്നെയായിരിക്കണം. മയ്യത്തിന്റെ ന്യൂനതകൾ പുറത്തു പറയുന്ന അങ്ങനെയുള്ള ആളുകളാകാൻ പാടില്ല. അതേപോലെ തന്നെ അറിവുള്ള ആളായിരിക്കണം. എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് എന്ന് അറിവുള്ളവരായിരിക്കണം. ആരെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. എന്നാൽ അറിവുള്ള ആളാവുക എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ വലിയ പാണ്ഡിത്യമോ അങ്ങനെ ഒരുപാട് പഠനങ്ങൾ ഗവേഷണങ്ങൾ നടത്തേണ്ട കാര്യമൊന്നുമല്ല. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അറിയുക, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ അയാൾക്ക് അറിയുക എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യമായി പറഞ്ഞത്. പിന്നീട് പറഞ്ഞു പുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് കുളിപ്പിക്കേണ്ടത്. ഇല്ല സൗജിയ, ഭാര്യ ഭർത്താക്കന്മാർ ഒഴികെ. ഫയജൂസു ലികുല്ലി വാഹിദി മിൻഹുമാ തഗ്സീലുൽ ആഖരി ബിന്നസ്സി വൽ ഇജ്മാ. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം കുളിപ്പിക്കുക എന്നുള്ളത് അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ഇജ്മാ ഉള്ള കാര്യമാണ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞതാണ്. മൂന്നാമത്തെ പോയിന്റ്, യുസ്തഹബ്ബു ലിൽ മുഗസ്സിലി നിയ്യത്ത് ഗുസ്ലിൽ മയ്യിത്ത്. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ നമുക്ക് നിയ്യത്ത് വേണ്ടതാണ്, മുസ്തഹബാണ് എന്നാണ് പറയുന്നത്. ഒരാൾ കുളിപ്പിക്കുന്ന സമയത്ത് മയ്യത്തിനെ കുളിപ്പിക്കുകയാണ് എന്ന് മനസ്സിൽ കരുതുക. അതല്ലാതെ നമ്മൾ ചൊല്ലി പറയേണ്ടതായ യാതൊരു കാര്യവുമില്ല. അവിടെ മയ്യത്തിനെ കുളിപ്പിക്കുകയാണ് എന്നുള്ള നിയ്യത്ത് വേണം. അതേപോലെ അവർ പറയുന്ന 4-മത്തെ കാര്യം, യുക്റഹു അൻ യഹ്ളുറൽ മയ്യിത മൻ ലാ യുഈനു ഫി ഗസ്ലിഹി. കുളിപ്പിക്കാൻ ഒരു നിലക്കും ആവശ്യമില്ലാത്ത ആളുകൾ കുളിപ്പിക്കുന്നതിന്റെ അടുത്ത് നിൽക്കുന്നത് കറാഹത്താണ്, അതിന്റെ ആവശ്യമില്ല. അപ്പൊ കുളിപ്പിക്കാൻ എത്ര ആൾ വേണം? അത് മാത്രമേ കുളിപ്പിക്കുന്നിടത്ത് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ 2 ആളെ കൊണ്ട് മതിയാവുന്നെങ്കിൽ 2 ആൾ മതി. എന്നതല്ല, ഒരു അല്പം ഭാരമുള്ളൊക്കെ മയ്യത്താണ്, അതിനെ മറിച്ചിടാനും തിരിച്ചു വെക്കാനും ഒക്കെ ചിലപ്പോൾ 2-ൽ കൂടുതൽ ആൾ വേണം, 3-ഓ 4-ഓ ആൾ വേണം. ശരി, അത്ര ആളുകൾ അവിടെ നിൽക്കുക എന്നുള്ളതല്ലാതെ കാഴ്ചക്കാരായി അങ്ങനെ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് നിൽക്കുക എന്ന് പറയുന്നത് ശരിയല്ല, അത് കറാഹത്താണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ അതിനാവശ്യമുള്ള ആളുകൾ, ഒന്ന് അതിനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഒരാൾ വേണം, ശരീരമൊക്കെ ഒന്ന് കൃത്യമായി വൃത്തിയാക്കാൻ ഒരാൾ വേണം. ചിലപ്പോൾ ഇനി അതിനോടൊപ്പം മയ്യത്തിനെ ചെരിച്ചു കിടത്താനും ആ രൂപത്തിലൊക്കെ ആളുകൾ 1-ഓ 2-ഓ അധികം വന്നേക്കാം, 3-ഓ 4-ഓ ആളുകൾ. അതിനപ്പുറത്തേക്ക് ആളുകൾ ആവശ്യമില്ല, അത് ശ്രദ്ധിക്കുക. അപ്പൊ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഇങ്ങനെ പ്രധാനപ്പെട്ട 2 ആളോടൊപ്പം 3-മതായിട്ടോ 4-മതായിട്ടോ നമ്മൾ പോകുക, അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെ? നമ്മളിപ്പോൾ ഇതിന്റെ ഹദീസിലും ആയത്തിലും ഒക്കെ വന്ന കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ നമുക്ക് നേരിട്ട് പോയി ചെയ്യുമ്പോഴാണ് അതിനൊന്നുകൂടി ധൈര്യവും ചെയ്യാനുള്ള ഒരു അറിവും കിട്ടുകയുള്ളൂ. അത് നമ്മൾ അങ്ങനെ ഒന്ന് പോയി നോക്കുക, 3-മതായിട്ടോ 4-മതായിട്ടോ പോയിട്ട് അതിനെ സഹായിക്കുക. അപ്പൊ ആ നിയ്യത്തുണ്ടെങ്കിൽ നല്ലതാണ്, കാരണം പിന്നീട് നമുക്കത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു ആവശ്യത്തിൽ ഒരാൾ പോകുക, അങ്ങനെ കുളിപ്പിക്കുന്നതിന് സഹായിക്കുക. അല്ലാതെ കാഴ്ചക്കാരായിട്ട് ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വേണ്ടതില്ല. അവർ പറയുന്നത്, പിന്നീട് പറഞ്ഞു 5-മത്തെ, തജ്രീദുൽ മയ്യിത്തി മിൻ സിയാബി. ആദ്യം കുളിപ്പിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങളൊക്കെ ഊരി മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. വസ്ത്രങ്ങൾ ഊരി മാറ്റണം. ഇപ്പൊ ധരിച്ചിരിക്കുന്ന പാൻറ്റും ഷർട്ടോ അതല്ലെങ്കിൽ എന്താണോ അവർ ധരിച്ചിരിക്കുന്നത് അത് പറഞ്ഞതുപോലെ പുരുഷന്മാരാണെങ്കിൽ പുരുഷന്മാരായിരിക്കും, സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളായിരിക്കും അത് ഏറ്റെടുത്ത് ചെയ്യുക.
ഇനി വല്ല അവസ്ഥയിലും വസ്ത്രം നമുക്ക് ശരിക്കും ഊരിയെടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ ചിലയിടത്തൊന്നും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ നമ്മുടെ കൈ വസ്ത്രം ഊരിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈയൊക്കെ എന്ത് ചെയ്യുന്നത്, ഒന്ന് ചെയ്യുന്നത്, മരിച്ച ഉടനെ ചെയ്യുന്നത്. ചിലപ്പോൾ ചില സ്ഥലത്ത് അത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ഹോസ്പിറ്റലിലാണ് മരണപ്പെട്ടത്, ആരും ചെയ്തു കൊടുക്കാൻ ആളുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ള വെപ്രാളത്തിൽ ഒരാൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പിന്നീട് വസ്ത്രം അഴിക്കുന്ന സമയത്ത് കൈ പൊന്തുകയില്ല, അല്ലെങ്കിൽ കൈ മടക്കാനൊന്നും പറ്റുകയില്ല, അതിങ്ങനെ കല്ലിച്ച് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ മുറിക്കണമെങ്കിൽ മുറിക്കാം. ഇവിടെ കേൾക്കുമോ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യുക, വസ്ത്രം മുറിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, അത് മുറിച്ചെടുക്കാവുന്നതാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അവർ ഇതിനുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ലമ്മ അറാദു ഗുസ്ല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്തലഫൂ ഫീ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്ത് സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ പറഞ്ഞു, വല്ലാഹി മാ നദ്രി കൈഫ നസ്ന, അല്ലാഹുവാണ്, എന്താണ് റസൂലുള്ളാഹിന്റെ വസ്ത്രം അയക്കാവോ അറിയില്ല. അനുജരിദു റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നുജരിദു മൗതാന, നമ്മളിലെ മറ്റുള്ള ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ വസ്ത്രമൊക്കെ അയച്ചു മാറ്റുന്നത് പോലെ റസൂലുള്ളാഹിന്റെ വസ്ത്രം അയച്ചു മാറ്റാവോ? ഇതാണ് അവർ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് എന്ത് തെളിവുണ്ട്? കമാ നുജരിദു മൗതാന, മറ്റുള്ള ആളുകളുടെ വസ്ത്രം അയച്ചു മാറ്റാറുണ്ട് എന്നതിന് ഇതിൽ തെളിവാണ്. പക്ഷെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു മാറ്റിയിട്ടില്ല എന്ന് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. റസൂലുള്ളാഹിക്ക് ഖാസാണ്, അവിടുത്തെ വസ്ത്രം അങ്ങനെ അയച്ചു മാറ്റിയിട്ടില്ല. അങ്ങനെ അംനുഗസ്സിലുഹു വഅലൈഹി സിയാബു, വസ്ത്രത്തോടൊപ്പമാണ്, വസ്ത്രത്തിന്റെ മുകളിലൂടെ കുളിപ്പിച്ചാൽ മതിയോ സഹാബികൾ ചോദിക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാര്യമാണ് റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ ചെയ്തത് എന്നുള്ളത് നമുക്കത് പിന്നീട് കാണാൻ സാധിക്കും. അപ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്യാം, അവരുടെ വസ്ത്രം അത് അയച്ചു മാറ്റണം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ വസ്ത്രത്തോടൊപ്പം തന്നെ ശരീരത്തിൻ്റെതല്ലാത്തതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഏതുപോലെ ചില ആളുകൾ വെപ്പ് വല്ലോ മറ്റോ ഒക്കെ ഉണ്ടാകാം, വായിൽ വെപ്പ് വല്ലുണ്ടാകാം. അതേപോലെ ചില ആളുകൾ ആ വെപ്പ് വല്ല് തന്നെ ചിലപ്പോൾ വിലപിടിപ്പുള്ളതൊക്കെ ഉണ്ടായേക്കാം. ഇപ്പൊ സ്വർണത്തിന്റെ പല്ലും വെള്ളിയുടെ പല്ലും ഒക്കെ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഊരിയെടുക്കണം എന്നാണ്. അത് ഊരിയെടുക്കണം. കാരണം അത് സ്വർണവും വെള്ളിയൊക്കെ ആണെങ്കിൽ അതിന് അനന്തരാവകാശികളായി, ഇനി അയാളുടേതല്ല, അതിന് അനന്തരാവകാശികളായി. ഇനി മറ്റുള്ളതാണെങ്കിൽ അത് ഒഴിവാക്കി മാറ്റുക, പ്രത്യേകിച്ച് വിലയില്ലാത്തൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കി മാറ്റുക. എന്ത് തന്നെ ആയാലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അത് ഊരിയെടുക്കണം. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അങ്ങനെ ഊരിയെടുക്കുന്ന സമയത്ത് മയ്യത്തിനൊരു പരിക്കേൽക്കുന്ന രൂപത്തിൽ ഉള്ളതാണെങ്കിൽ അത് പാടില്ല. അപ്പൊ അത് ചിലപ്പോൾ ആ ഒരു പല്ല് ഊരിയെടുക്കുമ്പോൾ ബാക്കിയുള്ള പല്ലുകൾ കൂടി പോരുക, അങ്ങനെ അവിടെ ഒരു രക്തം ഒന്നാകെ വരിക, അങ്ങനെ വല്ല അവസ്ഥയുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതില്ല എന്നാണ്. അത് അങ്ങനെ തന്നെ വിട്ടേക്ക്, ആരെ അറിയിക്കേണ്ടതില്ല, അത് അങ്ങനെ തന്നെ വിട്ടേക്ക്. അതല്ല എങ്കിൽ എന്ത് ചെയ്യണം, അത് ഊരിയെടുക്കണം. ഇനിയിപ്പോ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ട് മോതിരങ്ങൾ ഉണ്ട്, അതല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ വളയോ അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടാകാം. അത് നേരെ ഊരിയെടുക്കാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിനി എളുപ്പമാവുകയില്ല. അപ്പൊ അത് മുറിച്ചെടുക്കണമെങ്കിൽ മുറിച്ചെണ്ണ എടുക്കണം. അത് മുറിക്കാനുള്ള കട്ടർ കൊണ്ടുവന്നിട്ട് മുറിച്ചെണ്ണ എടുക്കണം. അങ്ങനെ സ്വർണ്ണ വളയോ സ്വർണ്ണ മോതിരോ അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് മുറിച്ചിട്ട് തന്നെ എടുക്കണമെങ്കിൽ മുറിച്ചിട്ട് എടുക്കണം. കാതിലയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആ രൂപത്തിൽ മുറിച്ചെടുക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള കാര്യം, അത് മയ്യത്തിന്റെ ഉടനീള പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരവസ്ഥയിലും മയ്യത്ത് നഗ്നമായിരിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ വസ്ത്രം ഊരുക എന്ന് പറഞ്ഞു. അപ്പൊ വസ്ത്രം ഊരുക എന്ന് പറഞ്ഞാൽ നേരെ വലിച്ചൂരി മയ്യത്തിനെ നഗ്നനാക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മറിച്ച് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഊരുക എന്നാണ്. അതിനു മുമ്പ് തന്നെ മയ്യത്തിനെ മറച്ചിരിക്കേണ്ടതായ ഒരു തുണി, നമ്മൾ നേരത്തെ തന്നെ ഒരു തുണി ഇട്ടിട്ടുണ്ട്. ഒന്നുകിൽ ആ തുണി ചിലപ്പോൾ നമ്മൾ മാറ്റിയിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ വേറൊരു തുണി കൊണ്ട്, അത് കട്ടിയുള്ള തുണി തന്നെ ആവാൻ ശ്രദ്ധിക്കണം. കാരണം അതിന് നിഴലടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പിന്നീട് കുളിപ്പിക്കുന്ന സമയത്ത് നനയുന്ന സമയത്തോ ഔറത്ത് വ്യക്തമാകുന്ന രൂപത്തിലാകാൻ പാടില്ല. മറിച്ച് കട്ടിയുള്ള ഒരു തുണി കൊണ്ട് തന്നെ അതിനെ കവർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന് ഊരി മാറ്റാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും മയ്യത്തിന്റെ മുഗല്ലതായ ഔറത്ത്, ഗുഹ്യഭാഗങ്ങൾ ഒരവസ്ഥയിലും, കുളിപ്പിക്കുന്ന അവസ്ഥയിലോ കഫൻ ചെയ്യുന്ന അവസ്ഥയിലോ ഒരവസ്ഥയിലും ഒരാൾ നോക്കാൻ പാടില്ല. അത് പുരുഷൻ്റേത് നോക്കാൻ പാടില്ല, സ്ത്രീയുടേത് നോക്കാൻ പാടില്ല. മറിച്ച് കുളിപ്പിക്കലും മറ്റുമൊക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് മുകളിൽ തുണിയിട്ട് ആ രൂപത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം എന്ത് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടെങ്കിൽ അത് ഊരുക. ചിലപ്പോൾ ആൾ വെപ്പ് കാലുണ്ടാകാം, അല്ലെങ്കിൽ വെപ്പ് കൈ ഉണ്ടാകാം, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഊരി മാറ്റേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം
ശ്രദ്ധിക്കുക. അതുപോലെ ഔറത്ത് നോക്കുന്ന വിഷയത്തിൽ ഹദീസ് വന്നത് ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുൽ വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ. ഇമാം മുസ്ലിം ഉദ്ധരിച്ച അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഒരു പുരുഷന്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. അത് ജീവിച്ചിരിക്കുന്ന കാലത്തും പാടില്ല, മരണപ്പെട്ടാലും പാടില്ല. ഭാര്യ ഭർത്താക്കൾക്ക് മാത്രമാണ് അതിന് അനുവാദമുള്ളത്. അതല്ലാത്ത ആളുകൾക്ക് പരസ്പരം പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് ഔറത്ത് പാടില്ല, നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ടം അവിടെ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ശരീരഭാഗങ്ങളും മയ്യത്തിനെ നേർക്കുനേരെ സ്പർശിക്കാതിരിക്കലാണ് അഫ്ദൽ. ശരീരം മുഴുവൻ നമ്മുടെ, അഥവാ കുളിപ്പിക്കുമ്പോൾ കയ്യിൽ ഒരു ഗ്ലൗസോ, ഇന്നിപ്പോൾ ഗ്ലൗസുകളുണ്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുണി ചുറ്റിയിട്ട് എന്ത് ചെയ്യുക, കുളിപ്പിക്കുക എന്നാണ്. മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് കയ്യിൽ ഒരു തുണി ചുറ്റിയതായിട്ട് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ നേർക്ക് നേരെ കൈകൊണ്ട് സോപ്പ് ഒരക്കലും കൈകൊണ്ട് കഴുകി കൊടുക്കലും ഒക്കെ പകരം എന്ത് ചെയ്യുക, ഒരു തുണി നമ്മൾ ചുറ്റുക. അത് നിർബന്ധമായിട്ട് നമുക്ക് അനുവദിക്കപ്പെടാത്തത്, അഥവാ നേർക്ക് നേരെ തൊടാൻ അനുവദിക്കപ്പെടാത്തത് ഔറത്തിന്റെ ഭാഗത്താണ്. ഔറത്തിന്റെ ഭാഗത്ത് നിർബന്ധമായിട്ട് നമ്മൾ നോട്ടവും പാടില്ല, കൈ നേരെ സ്പർശിക്കാനും പാടില്ല, നിർബന്ധമായിട്ട് കയ്യിൽ തുണി ചുറ്റിരിക്കണം. എന്നാൽ ബാക്കിയുള്ള ഭാഗത്ത് കറാഹത്താണ്. ഏറ്റവും നല്ലത് എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകമായ തുണി ചുറ്റിയിട്ടാണ് കുളിപ്പിക്കേണ്ടത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ നമുക്കത് ഗ്ലൗസുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഗ്ലൗസിന്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഗ്ലൗസിനെ കൊണ്ട് ചിലപ്പോൾ ഉരച്ചാലൊക്കെ ശരിക്കും വൃത്തിയാവുകയില്ല. ഗ്ലൗസിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു തുണിയോ മറ്റോ ചുറ്റിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ കുളിപ്പിക്കുന്നതിന്റെ തുടക്കത്തിൽ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്കറിയാം, കുളിപ്പിക്കാൻ ഒരു മയ്യത്ത് കട്ടിലുണ്ടാകും, ഇന്ന് കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കട്ടിലിൽ കിടത്തിയിട്ടാണ് നമ്മൾ കുളിപ്പിക്കുക. കുളിപ്പിക്കുന്ന സമയത്ത് കിടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, വസ്ത്രമൊക്കെ അയച്ചു മാറ്റുക. അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അയച്ചു മാറ്റുക. പിന്നീട് നമ്മൾ മയ്യത്തിനെ അവിടെ കിടത്തി കഴിഞ്ഞാൽ നമ്മൾ വസ്ത്രമൊക്കെ മുകളിലൊരു തുണി മാത്രമേ ഉള്ളൂ. നമുക്ക് അത് ഔറത്തിന്റെ ആ ഭാഗത്തേക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്താം. പുരുഷനാണെങ്കിൽ പുരുഷന്മാരാണ് ചെയ്യുന്നത്. അതിനുശേഷം ആരംഭിക്കുന്നതിന് മുമ്പ് മയ്യത്തിന്റെ വയറ് അതെന്ത് കൊടുക്കാം, അതൊന്ന് അല്പം മുകൾ ഭാഗത്തുനിന്നും താഴെ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? കാരണം വയറിൽ നജാസത്തുകൾ ഉണ്ട് എങ്കിൽ, മലമൂത്ര വിസർജ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ്. പുറത്തു പോകുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്യുന്ന വേളയിൽ അല്പം ഒന്ന് ചെരിച്ചു കടത്തുക. അഥവാ ചെരിച്ചു കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ആ ഒരാൾ താങ്ങിക്കൊണ്ട് മയ്യത്തിനെ ഒന്ന് ഉയർത്തി വെക്കുക. എന്നിട്ട് വയറ് തടവിക്കഴിഞ്ഞ് കാലുകൾ ഒന്ന് അല്പം വിടർത്തി വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ മാലിന്യം വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും. അപ്പം അത് മറ്റൊരാൾ വെള്ളം കൊണ്ട് അതിങ്ങനെ കഴുകി കളഞ്ഞാൽ മതി, വേറൊരാൾ കഴുകി കളഞ്ഞാൽ മതി. അപ്പം ആദ്യം തന്നെ അത് ചെയ്യുക. അത് ചെയ്തിട്ടില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ പൂർണ്ണമായി കുളിപ്പിച്ചതിന് ശേഷവും ചിലപ്പോൾ വല്ല മാലിന്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പിന്നീട് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടി വൃത്തിയാക്കേണ്ടി വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ വൃത്തിയാക്കി കഫൻ പുടവൊക്കെ ധരിപ്പിച്ചതിന് ശേഷം അങ്ങനെ നജസ്സുകൾ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് പ്രയാസമാണ്. അതിപ്പോൾ മസ്ജിദിലോ മറ്റോ ഒക്കെ വെക്കുകയാണെങ്കിൽ അത് പ്രയാസമാണ്. അതെല്ലാ നിലക്കും പ്രയാസമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആദ്യം തന്നെ ആ ശരീരഭാഗങ്ങളിൽ ഉള്ള വല്ല മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം തടവിയിട്ട് ചെയ്യുക എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഗർഭിണിയായ സ്ത്രീയോ മറ്റോ ആണ് എങ്കിൽ, അതല്ലെങ്കിൽ ഉദര രോഗം മറ്റോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മയ്യത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് പ്രയാസമുള്ള കാഴ്ച വല്ലതും ഉണ്ടാകുന്ന രൂപത്തിൽ അങ്ങനെയൊക്കെ വല്ലതും ഉണ്ടാവുമെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. അത്തരം കാര്യം ഒഴിവാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്തു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. നമ്മളെ നിസ്കാര സമയത്ത് എത്ര മിനിറ്റ് നിർത്തണം? ശരി. അപ്പം അതിനുശേഷം നമ്മൾ കുളി ആരംഭിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അത് കുളിപ്പിക്കുന്നതിന് മുമ്പേ തന്നെ വസ്ത്രം ഊച്ചു മാറ്റണം, മറ്റു കാര്യങ്ങളൊക്കെ അയച്ചു മാറ്റേണ്ടതായിട്ടുള്ള കാര്യമൊക്കെയാണ്. അപ്പം അതിനുശേഷം കുളി ആരംഭിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ചെയ്യേണ്ടത് വുളു എടുപ്പിക്കുക എന്നുള്ളതാണ്. മയ്യത്തിന് വുളു എടുപ്പിക്കുക. സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ വുളു എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മൾ എങ്ങനെ വുളു എടുപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ വുളു എടുപ്പിച്ചു കൊടുക്കുക. എങ്ങനെയാണ്? നമ്മൾ ആദ്യം കൈകൾ 3 തവണ കഴുകി കൊടുക്കുക. അങ്ങനെ കൈകൾ കഴുകുക.
പിന്നീട് നമ്മൾ മുഖം കഴുകുന്നതിന് മുമ്പായിട്ട് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യാറുണ്ട്. ഇത് നമുക്കറിയാം, ഇത് സ്വമേധയാ ചെയ്യേണ്ട ഒരു കാര്യമാണ്. മയ്യത്തിന് ചെയ്യാൻ സാധിക്കുകയില്ല, അല്ലെ? ബാക്കിയുള്ള കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതില്ല. കാരണം അങ്ങനെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വയറിലേക്ക് എത്താനും വയറ് പിന്നീട് വീർക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? നമ്മുടെ കയ്യിലൊരു കോട്ടൺ ചുറ്റിയിട്ട് അതിൽ നന്നായി നനച്ചിട്ട് പല്ലും വായും മോണും ഒക്കെ നമ്മളൊന്ന് നനച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. ഇനി അതല്ല കുറച്ച് വെള്ളമാക്കിയിട്ട് അത് പുറത്തേക്ക് കളയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങ് ശരി. പക്ഷെ എല്ലാവർക്കും അത് സാധിച്ചോളണമെന്നില്ല. അതുകൊണ്ട് ആ ബാധ്യത നമുക്കില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? വായിൽ അല്പം എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ നനച്ച് തുടച്ചു കൊടുത്താൽ മാത്രം മതിയാകുന്നതാണ്. അതേപോലെ തന്നെ മൂക്കിൽ നമുക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്തും ഒരാളെ വുളു എടുപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ചില ആളിങ്ങനെ കടന്ന് അയാൾക്ക് വെള്ളമൊക്കെ ഉപയോഗിക്കാം, പ്രയാസമൊന്നുമില്ല, തയമ്മം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കൈകൾ എന്തെങ്കിലുമൊക്കെ പ്രയാസത്തിലാണ്. അപ്പം എങ്ങനെയാണ്? ഈ രൂപത്തിൽ നമ്മൾ വെള്ളം അയാൾക്ക് പുറത്തേക്ക് തുപ്പാൻ പറ്റുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ നനച്ചു കൊടുത്താൽ മതി. കാരണം വായിൽ മുഴുവൻ നനവുണ്ടാക്കിയാൽ അത് മതിയാകുന്നതാണ്. വെള്ളം കുപ്പിളിക്കലിന് പകരം മതിയാകുന്നതാണ്. അതേപോലെ തന്നെ മൂക്കിന്റെ അകത്ത് നനച്ചാൽ അത് മതിയാകുന്നതാണ്. ഇതെന്ത് ചെയ്യുക. അതിനുശേഷം സാധാരണ പോലെ തന്നെ മുഖം കഴുകി കൊടുക്കുക. മുഖം കഴുകുമ്പോൾ ഒക്കെ നമ്മൾ വുളുവിന്റെ നിയമത്തിൽ എന്താണോ പഠിച്ചത് അതൊക്കെ തന്നെ. തലയുടെ മുടി വളരുന്ന ഭാഗം മുതൽ താടി വരെയുള്ള ഭാഗമാണ് നീളം, 2 ചെവിക്കുറ്റിയാണ് അതിന്റെ വീതി. ആ ഭാഗം മുഴുവനും നമ്മൾ കഴുകി കൊടുക്കുക. അപ്പൊ താടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇങ്ങനെ ചിക്കി നീക്കുന്ന രൂപത്തിൽ ചെയ്തു കൊടുത്താൽ മതി. അങ്ങനെ മുഖം 3 പ്രാവശ്യം കഴുകി കൊടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൈ വിരല് മുതൽ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. കൈ വിരൽ മുതൽ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. പിന്നീട് ഇടത് കൈ മുട്ടുൾപ്പെടെ 3 പ്രാവശ്യം കഴുകുക. തല ഈ രൂപത്തിൽ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നനച്ചു കൊടുക്കുക. അത് തടവുകയോ നനച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ചെവിയും എന്ത് ചെയ്യുക? തടവുക. അങ്ങനെ പിന്നീട് നെരിയാണി ഉൾപ്പെടെ 2 കാലുകളും കൃത്യമായിട്ട് കഴുകി കൊടുക്കുക. ഇതോടുകൂടി എന്ത് ചെയ്തു? കുളിക്ക് മുമ്പായിട്ടുള്ള വുളു പൂർത്തിയായി. ആദ്യം വുളുവിന്റെ ഭാഗമാണ് ആരംഭിക്കേണ്ടത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്ദഅന ബിമയാമിനിഹാ വമവാദിഇൽ വുളൂഇ മിൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് വഫാത്തായ സമയത്ത് ഉമ്മു അത്തിയ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വലതു ഭാഗം നിങ്ങൾ ആരംഭിക്കണം, വുളുവിന്റെ ഭാഗം നിങ്ങൾ ആദ്യം ആരംഭിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് വുളുവിന്റെ ഭാഗമാണ് ആരംഭിക്കുന്നത്. ഇനി വുളുവിന്റെ ഭാഗത്ത് തന്നെ എപ്പോഴും വലത് ഭാഗമാണ് എപ്പോഴും ആരംഭിക്കുന്നത്, അല്ലെ? നമ്മളിപ്പോൾ കൈ ആണെങ്കിലും വലത്, കാലാണെങ്കിലും വലത്. അത് വുളുവിൽ എപ്പോഴും സുന്നത്തായിട്ടുള്ള കാര്യമാണത്. അതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സുന്നത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ ഒരാൾ ഈ വുളു എടുപ്പിച്ചിട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും മയ്യത്ത് കുളി ശരിയാകും. ഏതുപോലെ നമ്മൾ ജനാബത്ത് കുളിക്കുന്ന സമയത്ത് തുടക്കത്തിൽ എങ്ങനെയാണ് സുന്നത്ത്? നമ്മൾ ആദ്യം ഒരു വുളു ഒക്കെ എടുക്കുന്നുണ്ട്. ആ വുളു എടുക്കാതെ തന്നെ ഒരാൾ ഷവർ ചെയ്തതിനാലും നിയത്തോടു കൂടി ഷവർ ചെയ്ത് കഴിഞ്ഞാൽ വായിലും വെള്ളം കൊപ്പിളിച്ചാലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ ജനാബത്ത് കൂടി ശരിയായി. അതേപോലെ തന്നെയാണ് ഇവിടെ ഈ വുളു എടുപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ഒരാൾ മറന്നുപോയി. അതുകൊണ്ട് ഈ മയ്യത്ത് കുളി എന്ത് ചെയ്തിട്ടില്ല? തെറ്റിപ്പോയിട്ടില്ല. പക്ഷെ അത് സുന്നത്തായിട്ടുള്ള രൂപം നമ്മൾ പാലിക്കുകയാണ്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ചെയ്യുക എന്നുള്ളതാണ്. പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ബാക്കി വന്നിട്ട് ചെയ്യാം. കുളിയുടെ പൂർത്തിയാവുകയില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി നിസ്കാര ശേഷം പറയാം. അല്ലാഹു അലം. സല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി.